जया कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. हरे कृष्ण. ओम नमो भगवते वासुदेवाय तस्मै नमः. श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकः मह्यं ददाति स्वपदान्तिकम्. അജ്ഞാനമാകുന്ന കടും തീരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം. ശില്പമാതാജി. वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरु वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. രാമായണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക്, അയോധ്യാപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശില്പമാതാജി ഹരേ കൃഷ്ണ സ്വാഗതം. പ്രഹ്ലാദൻ ചേട്ട ചേച്ചി സ്വാഗതം. ഗീതമാതാജി സ്വാഗതം. ആമി, ഭദ്ര അച്ഛൻ അമ്മ എല്ലാവർക്കും സ്വാഗതം. കീർത്തന അമൃതമാതാജി സ്വാഗതം. സുശീൻ പ്രഭു, അനുരാധ മാതാജി സ്വാഗതം. വിപിൻ പ്രഭു സ്വാഗതം. വിസ്മയ പ്രത്യേകം സ്വാഗതം, പ്രത്യേകം കൗണ്ടറിലാണ് സ്വാഗതം. വിസ്മയ അമ്മ സ്വാഗതം. ജയപ്രകാശ് പ്രഭു സ്വാഗതം. ജിത്തു സ്വാഗതം. ഭാസ്കരൻ പ്രഭു ഹരേ കൃഷ്ണ സ്വാഗതം. നായർ സിമ്മി മാതാജി ഹരേ കൃഷ്ണ സ്വാഗതം. हरे कृष्ण. യെസ്. ചാരുത സ്വാഗതം. ഹരേ കൃഷ്ണ. ശ്രീനന്ദ ഹരേ യെസ്. ഡി ഡി വൈ ഗോപിനാഥ് പ്രഭു ഹരേ കൃഷ്ണ. നന്നു ഹരേ കൃഷ്ണ വന്നില്ല എങ്കിലും നന്നുവിന് സ്വാഗതം. ഇന്ന് രാജീവ് പ്രഭുവാണ് നേരത്തെ. സ്വാഗതം. ഓക്കെ, നമ്മള് വളരെ രാമായണത്തിലെ വളരെ ശ്രേഷ്ഠമായ ഭാഗങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശ്രേഷ്ഠമാണ്. ഭാഗവതത്തിൻ്റെ രാമായണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് വരച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കാം എന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. എല്ലാം വരയ്ക്കേണ്ടി വരും. ഓരോ വരികളും ഓരോ വാക്കുകളും വരയ്ക്കേണ്ടി വരും. അതാണ് രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും പ്രത്യേകത. ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കൗസല്യ അമ്മയുടെ സ്തുതിയും ഭഗവാനോടുള്ള ദർശനവും അഹല്യാസ്തുതിയും മോക്ഷവും ജനകസ്തുതിയും പരശുരാമസ്തുതിയും ശ്രീരാമാഭിഷേക വിഘ്നങ്ങളും ലക്ഷ്മണോപദേശങ്ങളും രാമസീതാ രഹസ്യമൊക്കെ നമ്മൾ കണ്ടു. ഇനിയൊരു ശ്രേഷ്ഠമായ ലക്ഷ്മണോപദേശം ഒന്നുകൂടി വരാനുണ്ട്. നമുക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ രാമായണത്തിൽ അതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും ലോകത്തിന്റെ തന്നെ ക്ലാസിക് കൃതികൾ, ഇതിഹാസ
കാവ്യങ്ങൾ എന്ന് അറിയപ്പെട്ടത്. ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ സ്കൂളിൽ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കുമ്പം ഹിമാലയം സ്വന്തമായിട്ട് ഹിമാലയത്തിൻ്റെ ഒരു കഥ പറയുകയാണ്. ആ ഹിമാലയത്തിന്റെ കഥ ഹിമാലയം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്. ആ കഥയിൽ ഉപ്പില്ലാതെ ഒരു കറിയില്ല, എന്നെ കൂടാതെ ഒരു ചരിത്രവും ഉണ്ടാകില്ല എന്ന്. അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ ചരിത്രം. ഒരു ധർമ്മമുണ്ടെങ്കിൽ ആ ധർമ്മം ഭഗവാനെ ഒഴിച്ചില്ല. എവിടെ ധർമ്മമുണ്ടോ അല്ലെങ്കിൽ എവിടെ ജീവജാലങ്ങളുണ്ടോ അവിടെ ഭഗവാന്റെ സാന്നിധ്യവുമുണ്ട്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അച്ഛൻ കൊടുത്ത ഷെയർ, ആ വിഹിതം അനുഭവിക്കാനായിട്ട് വനത്തിലേക്ക് യാത്രയായി. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശില്പമാതാജി. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തി മുക്തിദായക പുരന്ദരാദി സേവിത ഭാഗ്യവാരിധേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവ ശിഖാമണി മുകുന്ദ രാമ പാഹി മാം. നിൻചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ ഗോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു നാമിത. രാമമന്ത്രമോദു നീ താമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. Prabhu, you're mute. Mani Prabhu. ഹരേ കൃഷ്ണ. മുകുന്ദ രാമ പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമായണത്തിന്റെ ഓരോ താളുകൾ എടുത്തു കഴിയുമ്പോഴും അവിടെ നമുക്ക് ഒരു സ്തുതി കിട്ടും. ആ സ്തുതി ശരണാഗതിയെ തുടർന്നാണ് ആ സ്തുതി. ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നു, ഭഗവാനിൽ നിന്നും മോക്ഷം നേടുന്നു, എന്നിട്ട് ഭഗവാനിൽ ശരണാഗതി നേടുന്നു. ഇതാണ് രാമായണം പറയുന്നത്. ഇത് തന്നെയാണ് വ്യാസമഹർഷി ഭാഗവതത്തിലും പറയുന്നത്. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഇതാണ് വ്യത്യാസം. രാമായണത്തിലും ഭാഗവതത്തിലും ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഭക്തന്മാർ ഭഗവാനെ ശരണാഗതി നേടുന്നു, മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതയിൽ മോക്ഷം തേടാൻ അതിനുള്ള മാർഗം ഭഗവാൻ നേരിട്ട് നിർദ്ദേശിക്കുന്നു. ഇതാണ് വ്യത്യാസം. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു വനത്തിലേക്ക് തൻ്റെ ഷെയർ, അച്ഛൻ കൊടുത്ത ഷെയർ നോക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോകുന്നു. ആ വിഹിതം അവിടെ കുറെ കാര്യങ്ങൾ രാമചന്ദ്ര പ്രഭുവിനെ ചെയ്ത് തീർക്കാനുണ്ട്. ഭരതൻ ഇതൊന്നും അറിയുന്നില്ല. അനിയൻ ഭരതൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ, അച്ഛൻ കൊടുത്ത ഷെയർ എന്താണ്? വനം. ഭരതന് കൊട്ടാരമെല്ലാം കൊടുത്തു. ശ്രീരാമചന്ദ്രൻ വനമാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോവുകയാണ്. ആ ഷെയർ വാങ്ങിച്ചുകൊണ്ട്, ആ വിഹിതം വാങ്ങിച്ചുകൊണ്ട് പോയി. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോഴ് ആ വിഹിതവും വാങ്ങിച്ചുകൊണ്ട് അത് വളരെ സന്തോഷപൂർവ്വം മനസ്സാ സ്വീകരിച്ച് തൻ്റെ പത്നിയെയും കൂട്ടി പോകുമ്പം, പത്നിയെ കൂട്ടുമല്ല, പത്നി കൂടെ പോവുകയാണ് ചെയ്യുന്നത്.
അങ്ങ് എൻ്റെ നാഥനാണ്, എൻ്റെ ഭർത്താവാണ്. ഭർത്താവിൻ്റെ സുഖദുഃഖങ്ങൾ അതേപോലെ അനുഭവിക്കേണ്ടതും സുഖങ്ങളിലും ദുഃഖങ്ങളിലും കൂടെ ഇരിക്കേണ്ടത് ഒരു പത്നിയുടെ കടമയാണ് എന്ന് ദൃഷ്ടാന്തമായി നമുക്ക് ഉദാഹരണം കാണിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി, സീതാദേവി ശ്രീരാമചന്ദ്രന്റെ കൂടെ പോകുമ്പോൾ അനിയന്റെ ധർമ്മവും കാണിച്ചു. മൂത്ത ജ്യേഷ്ഠൻ എൻ്റെ അച്ഛന് തുല്യമാണ്, മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്. ആ അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കുകയാണ് ശേഷകാലം എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനും കൂടെ പോകും. ഭരതൻ അവിടെ ഇല്ല. ഭരതൻ വരുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നില്ല. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് പോകുന്നില്ല, വിശദമായിട്ട് പോകുന്നില്ല. അറിയാം, രാമായണം വായിക്കുമ്പോൾ അറിയാം കഥകൾ. ചുരുക്കി പറഞ്ഞാൽ ഭരതൻ മനസ്സിലായി ശ്രീരാമചന്ദ്രൻ ഇവിടെയില്ല. ശ്രീരാമചന്ദ്രനും ഇല്ല, സീതാദേവിയും ഇല്ല, ലക്ഷ്മണനുമില്ല. അങ്ങനെ ഭരതൻ വനത്തിലേക്ക് പോവുകയാണ്. എങ്ങനെ പോകുന്നു? ദീനരോദനത്തോടെയാണ് ഭരതൻ ശ്രീരാമചന്ദ്രനെ കാണാൻ പോകുന്നത്. കരയുകയാണ്. ശരീരം ആസകലം കണ്ണുനീർ കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ചെല്ലും. ആ പാതാരവിന്ദങ്ങളില് നമസ്കരിക്കും. ജ്യേഷ്ഠ, അങ്ങ് വരണം, അങ്ങ് അയോധ്യയിലേക്ക് തിരിച്ചു വരണം. അച്ഛൻ ഒരു അവിവേകം കാണിച്ചു. ചെറുപ്പകാലത്ത് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ കൊടുത്ത വാക്കാണ്. അത് ജ്യേഷ്ഠൻ അങ്ങനെ കാണണ്ട, ഇത് അനിയൻ പറയുന്ന വാക്കാണ്, തിരിച്ചു വരണമെന്ന് പറയും. കരയും, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയും. അവസാനം ശ്രീരാമചന്ദ്രൻ പറയും, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം. അപ്പം ഭരതൻ വീണ്ടും വിലപിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശ്രീരാമദാസദാസന്മാർക്കു ദാസനാം. അമൃതമാതാജി കിട്ടിയോ? ഓക്കെ, ജിജി ചേച്ചി എടുത്ത് പറയാം. ചേച്ചി ഇത് വായിച്ചോളൂ, കാര്യം നേരത്തെ ചിലപ്പം പോകും. കിട്ടിയോ ആ ഭാഗം? ഭരതന്റെ വനയാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു 2 പേജ് കഴിയുമ്പോൾ കാണാം, ശ്രീരാമദാസദാസന്മാർക്കു ദാസനാം. എന്റെ പുസ്തകത്തിനകത്ത് ഈ എന്റെ ശ്ലോകത്തിന്റെ നമ്പരില്ല, പഴയതാ. കിട്ടിയോ? രാമദാസദാസന്മാർക്ക് ദാസനായൂഢ ഭക്തി പൂണ്ട ശേഷം ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടിവിടെ വസതി, കൗസല്യാതനേനിവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്ത. ഹരേ കൃഷ്ണ. ഇവിടെ ശ്രേഷ്ഠമായ ഒരു വരി ഏതാണ്? ആ ശ്രേഷ്ഠമായ ശ്രീരാമദാസന്മാർക്ക് ദാസോ അഹം തവ കേശവ. നമ്മുടെ സ്ഥാനം എന്താണ്? ഭഗവാന്റെ ദാസനായിരിക്കുക അല്ല, ഭഗവാന്റെ ദാസന്റെ ദാസനായിരിക്കുക. ആ സർക്കിളാണ് പൂർത്തിയാക്കേണ്ടത്. ആ സർക്കിൾ പൂർത്തിയായില്ലെങ്കിൽ ബ്രേക്ക് ആവും. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഭക്തിയുത സേവനത്തില് പൂർത്തീകരിക്കേണ്ട പല കാര്യങ്ങളും ദാസന്റെ ദാസനായില്ലെങ്കിൽ ബ്രേക്ക് ആവും. അപ്പം അതുകൊണ്ടാണ് ഭഗവാന്റെ ദാസന്റെ ദാസനാകണം എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ഭഗവാന്റെ ദാസനല്ല, ഭഗവാന്റെ ദാസൻ. അപ്പം ഭരതൻ അവസാനം പറയും, അങ്ങ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങയുടെ മെതിയടിയെങ്കിലും എനിക്ക് വേണം. അങ്ങയുടെ പാദചിഹ്നങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യം അവിടെയാണ്. എന്തുകൊണ്ടാണ് ഭരതൻ ഇത്ര കൃത്യമായി കർക്കശമായി ശ്രീരാമചന്ദ്രനെ അയോധ്യയിൽ വേണമെന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ്? ഉത്തരം
ഒന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇത്ര കർശനമായി ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ വേണം? എന്തുകൊണ്ടാണ്? പ്രഭു എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഇത്ര കർക്കശമായി ശ്രീരാമചന്ദ്രനെ അയോധ്യയിൽ തിരിച്ചു വേണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ശ്രീരാമചന്ദ്രനല്ലേ മൂത്തപുത്രൻ, രാജ്യം ഭരിക്കേണ്ടത് ശ്രീരാമചന്ദ്രനല്ലേ? ശരിയാണ്. പക്ഷേ പിന്നെ സഹോദര സ്നേഹം, പിന്നെയും വേറൊരു വശം അവിടെ ഉണ്ട്. സഹോദര സ്നേഹമുണ്ട്, ശരിയാണ്. ഭരതന് വേണമെങ്കിൽ ഭരതന് വേണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മണന്റെ കൂട്ട് ഞാനും മനത്തിലിരിക്കാമെന്ന് പറയാമല്ലോ. ഞാനും തിരിച്ചു പോകുന്നില്ല, ഞാൻ മനത്തിലിരിക്കാൻ പോകും. കാര്യം ലക്ഷ്മണൻ അത് ആൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഭരതനും പറയും എനിക്കും കൊട്ടാരം ഒന്നും വേണ്ട, തിരിച്ച് ഞാൻ കൂടി ഇരിക്കാമെന്ന് പറയാം. വരുന്നില്ല. ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ലക്ഷ്മണൻ പറഞ്ഞില്ല ഞാനും അങ്ങയുടെ കൂടെ കൂടി വനത്തിലിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് കർക്കശമായ ശ്രീരാമചന്ദ്രൻ അനുസരിക്കുന്നത്? ഭരതൻ വരുന്ന സമയത്ത് ഭരതൻ പോയ പോലെ അല്ല തിരിച്ചു വരുമ്പോൾ അയോധ്യ ഉള്ളത്. അയോധ്യം ഫുള്ള് കൂരി ഇരുട്ടിലാണ്, അന്ധകാരമാണ്. സസ്യലതാദികൾ മിണ്ടുന്നില്ല, കാറ്റ് നിശ്ചലമാണ്, വായു നിശ്ചലമാണ്, ഒന്നും സംസാരിക്കുന്നില്ല, എല്ലാം മൂകമാണ്. ഭരതൻ തിരിച്ചറിഞ്ഞു ഐശ്വര്യം, അയോധ്യയിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് അന്വേഷിച്ച് വരുമ്പോഴാണ് അറിയുന്നത് ശ്രീരാമചന്ദ്രൻ അയോധ്യയിലില്ല, കൂടെ ലക്ഷ്മി ദേവിയും പോയി, ഐശ്വര്യത്തിന്റെ ദേവത പോയി. ഇനി അവിടെ എങ്ങനെ വാണിട്ടും ഒരു കാര്യവുമില്ല. കലിയുഗത്തിന് തുല്യമായി മാറും അയോധ്യ. അതുകൊണ്ടാണ് ഭരതൻ കർക്കശമായി പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ തിരിച്ചു, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളെങ്കിലും അയോധ്യയിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഭരതൻ പൊട്ടി കരഞ്ഞത്. ഐശ്വര്യമില്ലാത്ത അയോധ്യ എനിക്ക് കിട്ടിയിട്ട് എന്ത് കാര്യമാണെന്ന് ചിന്തിച്ചിട്ടാണ് കരയുന്നത്. അത്രയ്ക്കും നശിച്ചുപോയ അയോധ്യ നരക തുല്യമായി മാറി. ഇതുപോലൊരു പരിദേവനം, സങ്കടം ഭൂമി ദേവി ലഭിക്കുന്നുണ്ട് കലി പ്രവേശിക്കുമ്പോൾ. ഇങ്ങനെ അപ്പം അവിടെ ശ്രീമദ് മഹാഭാഗവത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ശ്ലോകം ഭൂമി ദേവി പറഞ്ഞു. അതിന്റെ അർത്ഥം മാത്രം ഞാൻ പറയാം. ആരുടെ കടാക്ഷത്തിന് വേണ്ടിയാണോ ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർ കാക്ഷിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ അവർ അനേകം ദിവസങ്ങൾ പരമദിവ്യോത്തമ പുരുഷന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിതമായത്, ആ ലക്ഷ്മി ദേവി ഐശ്വര്യ ദേവത അരവിന്ദവനത്തിലെ സ്വഭാവം ഉപേക്ഷിച്ച് ഭഗവാന്റെ പാതാരവിന്ദ സേവനത്തിൽ സ്വയം നിരതയായി. ഭഗവാന്റെ പാതാരവിന്ദ മുദ്രകളായ കൊടിക്കൂറ, അശനിപാദം, ആനത്തോട്ടി, താമരപ്പൂവ് എന്നിവയുടെ അങ്കണങ്ങളാൽ അലങ്കൃതമായാൽ ത്രിലോകങ്ങളിലെയും സൗഭാഗ്യത്തെ തക്കവിധം വിശിഷ്ട ശക്തികളാൽ ഞാൻ സമ്മാനിതനായിരുന്നു. ഭൂമിദേവിയാണ്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ പാദസ്പർശമാണ് ഞാൻ ഏൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശിഷ്ട ശക്തികളാൽ സമ്മാനിതനായിരുന്നു. എന്നാൽ അവസാനം ഞാൻ വളരെയധികം ഭാഗ്യവാനാണെന്ന അനുഭൂതി എനിക്കുണ്ടായപ്പോൾ ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഭൂമിദേവി ഇങ്ങനെ ഞാൻ വളരെ അനുഗ്രഹിതയാണെന്ന് ചിന്തിച്ച് അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. കണ്ണു തുറന്നു നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. പാദചിഹ്നങ്ങളില്ല. ഭഗവാൻ ഈ ധാമം വിട്ടു പോയിരിക്കുക. ഭൂമിദേവി കരയാൻ തുടങ്ങി, വിലപിച്ചു. അതേ വിലാപമാണ് ഭരതൻ ചെയ്തത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത്, എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഫോട്ടോ വെക്കുന്നത്, എന്തുകൊണ്ടാണ് ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലും ഭഗവാന്റെ പാദസ്പർശനം വേണം. ആ സ്പർശനം ഉണ്ടെങ്കിൽ മാത്രമേ ഐശ്വര്യ ദേവത ഉണ്ടാവുകയുള്ളൂ. ഭഗവാൻ ഇരിക്കുന്നിടത്ത് മാത്രമേ ആ ലക്ഷ്മി ദേവി ഉണ്ടാകൂ. ഭഗവാന്റെ പാദം സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി ഉടനെ ആ സ്ഥലം വിട്ട് ഓടിപ്പോകും. എവിടെ ഭഗവാൻ പൂജിതനാകുന്നില്ലയോ അവിടെ നരകത്തിന് തുല്യമായിരിക്കും. കാര്യം ലക്ഷ്മി ദേവി അവിടുന്ന് പടി ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഭരതൻ അത്രമാത്രം അങ്ങനെ പോകുമ്പം
അങ്ങനെ ചെന്ന് പോയി നമ്മള് പിന്നെ വീണ്ടും എങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് അതേ തന്നെ ഒരു 2 പേജിനപ്പുറത്ത് വീണ്ടും പറയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി കിട്ടിയോ? ശ്രീരാമചന്ദ്രനു ഭൃത്യനായി അതെ 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 ശ്രീരാമചന്ദ്രനു ഭൃത്യനായി യുഗ്മം ഭജിക്കയെന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം, മുറ്റുമതിന്നൊഴിഞ്ഞില്ലരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീണ്ടും അഹല്യ സ്തുതിച്ച അതേപോലെ തന്നെയാണ്. നോക്കൂ, വിജ്ഞാനികളെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി ത്വൽപാദവാരിജ യുഗ്മം ഭജിക്കുകയും മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം. ഭഗവാൻ അല്ലാതെ ഈ ഭൗതിക ജീവിതത്തിൽ എന്ത് ആസ്വദിച്ചു കഴിഞ്ഞാലും അത് ശാശ്വതമല്ല, അത് വിഷമയമായേ മാറത്തുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഭോക്താരം യജ്ഞ തപസ ഭോക്താരം യജ്ഞ തപസ സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനി വൃക്ഷാം ശാന്തി മൃച്ഛതി ഇല്ലേ? ശാന്തി മൃച്ഛതി എന്നാണ് അവസാനത്തോ? ശാന്തി മൃച്ഛതി. അതാണ് ഈ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും എല്ലാത്തിന്റെയും ഭോക്താവ് ഞാനാണ്, ഭഗവാൻ. ആ ഭോക്താവില്ലെങ്കിൽ യാതൊരു ഗതിയുമില്ല. മാത്രമല്ല ആ ഭോക്താരം യജ്ഞം ഭഗവാന് സമർപ്പിച്ചില്ലെങ്കിലും യാതൊരു ഗതിയുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഭരതൻ അറിയാം. അപ്പൊ ഭരതന്റെ വിലാപം നമ്മൾ മനസ്സിലാക്കണം. രാമായണം 30 ദിവസം വായിക്കുമ്പോൾ ഇത് രാമായണം വർഷത്തിൽ 30 ദിവസം മാത്രം വായിക്കേണ്ടതല്ല. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ വരികളും വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഭക്തന്മാർ എന്താണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമമന്ത്രം നമ്മൾ സ്മരിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ നമ്മള് വീണ്ടും പോകുമ്പോൾ ഓടിപ്പോവുകയാണ്. ആരണ്യകാണ്ഡത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീരാമചന്ദ്രന് കാര്യങ്ങള് തീർക്കാനുണ്ട്. അതൊരു നിയോഗമാണ്. അതിനാണ് ശ്രീരാമചന്ദ്രൻ വനത്തെത്തിയിരിക്കുന്നത്. എല്ലാ ത്രേതായുഗത്തില് ഭഗവാന്റെ ഭക്തന്മാരെയും ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ് ശ്രീരാമചന്ദ്രൻ. അത് കഴിഞ്ഞിട്ട് സീതാദേവിയെ കൊണ്ടുവരുന്നത്. അതുവരെ ശ്രീരാമചന്ദ്രന്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ വിരാധൻ എന്ന ഒരു കാണുകയും വിരാധന് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ വിരാധൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന് ശരണാഗതി ചെന്നിട്ട് അവസാനം വിരാധൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. പ്രീതമാതാജി ഉണ്ടോ അവിടെ? ശ്രീരാമ രാമ രാമ ഹരേ കൃഷ്ണ. പ്രീതമാതാജി ഉണ്ടോ? ശ്രീ രാമ രാമ ഏത് ഭാഗം ഞാൻ പറയാം. ആരണ്യകാണ്ഡത്തിലെ വിരാതവധം. അതെ അതെ, നേരെ അതെ സ്തുതിയാണ്. അങ്ങനെ വരുമ്പം ആ വിരാതവധത്തിന്റെ തീരുന്ന, അതായത് ശരഭംഗ മന്ദിര പ്രവേശനത്തിന് തൊട്ട് മുമ്പ് ഒരു 10-25 വരി മുമ്പോട്ട് തള്ളി. അതെ അതെ. നമസ്തേ ഭഗവതേ അല്ല, രാമ രാമ ഞാനൊരു വിദ്യാധരൻ. വിദ്യാധരൻ എന്നൊരു ഗന്ധർവൻ. വിരാധൻ ഗന്ധർവൻ. അതെ, വിരാതസ്തുതി.
ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ, കാരുണ്യമൂർത്തെ കമലാപതേ ധരാപതേ, ദുർവാസവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായെന്നല്ലോ. നിൻ തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷവും പ്രാപിച്ചെന്നിന്നു നാഥ. സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കയായി വരേണമേ മാനസത്തിനു ഭക്ത്യ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗേന നമസ്കരിക്കയായി വന്നിടേണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ, നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ, നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാനായി അനുഗ്രഹിക്കണം, ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി ഗംഭുജവില്ലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാക്കിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും, മുക്തനെന്നിയെ കണ്ടുകിട്ടിയില്ല എന്നെ. ഭക്തി ഉണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും, രാമനോടനുജ്ഞയും കൈകൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതം അകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കൂ, ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും, രാമനോട് അനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലോഭേന പോയി നാഗലോകവും പൂക്കാൻ. ഈ കഥ ഫലശ്രുതിയാണ്. ഈ കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിട. അപ്പൊ രാമായണം വായിച്ചു കഴിയുമ്പോൾ ദിവസവും രാമായണത്തിലെ ഒരു സ്തുതിയെങ്കിലും നമ്മൾ വായിക്കാൻ ശ്രമിക്കണം. ഭാഗവതം വായിക്കുമ്പോൾ അത് തന്നെയാണ്. ഭാഗവതം വായിച്ചു കഴിയുമ്പോൾ ദിവസവും ഭാഗവതത്തിലെ ഒരു ശ്രുതി വായിക്കാൻ ഒരു സ്തുതി വായിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതേ അർത്ഥത്തിലാണ് നോക്ക് പറഞ്ഞത്. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ പോന്ന്, വാണികൾ കൊണ്ടു നാമസങ്കീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം, ഉത്തമാംഗനെ നമസ്കരിക്കായി വന്നിടേണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. ജ്ഞാനികളെല്ലാം പറയുന്നത് ഞാൻ ഭഗവാന്റെ ഭക്തനാകാനല്ല, ഭഗവാനെ അങ്ങയുടെ സേവകന്റെ സേവകനാവാൻ എനിക്കൊരു അവസരം തരണേ എന്നാണ് ഇവിടെയും പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, ഭവന്തനും സ്തുതിക്കുന്നത് തന്നെയാണ്. ഇതേ അർത്ഥത്തില് നോക്കൂ, വാണികൾ കൊണ്ടു നാമസങ്കീർത്തനം ചെയ്യാൻ അനുഗ്രഹിക്കണം. ഭഗവാനോട് പറയേണ്ടതാണ്, ഭഗവാനെ കൃഷ്ണ അങ്ങേ എന്നും നാമം ചെയ്യാനും സ്തുതിക്കാനുമുള്ള സർവ ആരോഗ്യത്തോടെയും മുകുന്ദമാലയില് കുലശേഖര ആഴ്വാർ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. പാഹി പാഹി മഹായോഗിൻ എന്നൊരു ശ്ലോകം പറയുന്നുണ്ട്. പിതാമാതാജി ഓർമ്മയുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുള്ളത് ദാമോദരാജയ്ക്ക് പ്രത്യേകിച്ച് പാടാറുള്ളൊരു ശ്ലോകമായിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് എന്നും സർവ ആരോഗ്യവും തരണേ ഭഗവാനെ, അങ്ങയുടെ നാമസങ്കീർത്തനം ചെല്ലാൻ എനിക്ക് ആഗ്രഹം എപ്പോഴും ഉണ്ട്. 24 മണിക്കൂറും അങ്ങയെ സ്മരിക്കാൻ ആരോഗ്യത്തോടെ എനിക്കൊരു ശരീരവും ഒരു മനസ്സും തരണേ എന്ന പ്രാർത്ഥിക്കണം. എത്ര സുന്ദരമായ പ്രാർത്ഥനയാ. നോക്കൂ, മരണം വരെ നമുക്ക് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യാം, ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യാം. ഷോർട്ട് കട്ടാ. അപ്പൊ അങ്ങനെ ഇതേ അർത്ഥത്തില് ഭാഗവത്തില് അംബരീഷ മഹാരാജാവ് ചൊല്ലുന്നുണ്ട്. അംബരീഷ സ്തുതി. കീർത്തന അറിയാമോ? ഓർമ്മയുണ്ടോ? നമ്മൾ ചൊല്ലിയിട്ടുള്ളതാണ് അംബരീഷ സ്തുതി. നമ്മൾ അംബരീഷ സ്തുതി 2-ാമത്തെ അധ്യായത്തില് നമ്മള് തോന്നുന്നു 2-ാമത്തെ അധ്യായത്തില് ഏതോ ഒരു ശ്ലോകത്തിന്റെ പർപ്പറ്റിനകത്ത് അംബരീഷ സ്തുതി ഉണ്ട്. ഓക്കെ, സവൈമന കൃഷ്ണ പദാരവിന്ദയോർ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ?
സവൈ മന കൃഷ്ണ പദാരവിന്ദയോ. ജയപ്രകാശ് പ്രഭു ഓർമ്മയുണ്ടോ? സവൈ മന കൃഷ്ണ പദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരോഹരേൻ മന്ദിരമാർജിനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ ദത്ഭൃത്യഗാത്വാ സ്പർശി അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാ രസനാം തത് അർപ്പിതേ പാദൗഹരേ ക്ഷേത്ര പദാനുസ്പർശനേ ശിരോഹൃഷീകേശ പദാഭിവന്ദനേ കാമം ജദാസ്യാന തു കാമകാമ്യയാ യതോ ഉത്തമ ശ്ലോകജനാശ്രയാരിതിഹി സവൈ മനകൃഷ്ണ പദാരവിന്ദയോ വചാംസ വൈകുണ്ഠ ഗുണാനുവർണ്ണനെ. ഭഗവാന്റെ ഗുണങ്ങൾ ആലപിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ, എൻ്റെ നാവിന് തരയണമേ എന്നാണ് പറയുന്നത്. പിന്നെ കരോഹരേർ മന്ദിരമാർജിനാദിസു, ക്ഷേത്രങ്ങൾക്ക് വൃത്തിയാക്കാനുള്ള ശക്തി എൻ്റെ കരങ്ങൾക്ക് തരയണമേ, അതിനുള്ള അവസരം തരയണമേ. പിന്നെ എന്ത് പറയുന്നു? അങ്ങയുടെ ക്ഷേത്രങ്ങൾ, അങ്ങയുടെ ധാമങ്ങൾ, വൃന്ദാവനം, മധുര തുടങ്ങിയ ധാമങ്ങൾ സന്ദർശിക്കാൻ അല്ലെങ്കിൽ നടക്കാനുള്ള പാദങ്ങൾ, അല്ലെങ്കിൽ ആ പാദങ്ങൾക്ക് കഴിവ് തരയണമേ. അങ്ങേ സ്പർശിച്ച, അങ്ങേ അറിഞ്ഞ ശ്രേഷ്ഠമായ മുനിമാരുടെ, ഗുരുക്കന്മാരുടെ പാദങ്ങൾ സ്പർശിക്കാൻ, പാദത്തെ തൊടാനുള്ള അവസരം എനിക്ക് തരണമേ. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും അങ്ങയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സേവനം ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് തരയണമേ എന്ന് അംബരീക്ഷ മഹാരാജാവ് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിരാധൻ എന്ന ആ ഗന്ധർവൻ മോക്ഷം കിട്ടിയിട്ട് പറഞ്ഞത്, എനിക്ക് വേറൊന്നും വേണ്ട ഭഗവാനെ, ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങയെ സേവിക്കാനുള്ള, അങ്ങയുടെ ഭക്തന്മാരെ സേവിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരയണമേ എന്ന് ഈ രാമായണത്തില് എഴുത്തച്ഛൻ, വാൽമീകി രാമായണത്തിന്റെ ആ പുനർപരിഭാഷ എഴുത്തച്ഛൻ വളരെ സുഖകരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും അങ്ങനെ പോകുമ്പോൾ പിന്നെ ശ്രീരാമചന്ദ്രൻ അടുത്ത ആൾക്ക് അനുഗ്രഹം കൊടുക്കാനാണ് പോകുന്നത്. സുതീഷ്ണൻ, അഗസ്ത്യ മുനിയുടെ ശിഷ്യ. സുതീഷ്ണ ആഗമ പ്രവേശം, സുതീഷ്ണ സ്തുതി. അവിടെ എന്തുകൊണ്ടാണ് സുതീഷ്ണനെ അനുഗ്രഹിക്കാൻ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുതീഷ്ണൻ ശ്രീരാമചന്ദ്രനെ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആരെല്ലാമാണോ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം കൊടുക്കുകയാണ്. അവസാനം 16,000 സ്ത്രീകള് ശ്രീരാമചന്ദ്രനെ പ്രാപിക്കാൻ, വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതും ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെ? ദ്വാപര യുഗത്തിൽ ഞാൻ വരും, അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിത്തരാം എന്ന് അനുഗ്രഹം കൊടുക്കും. ഈ കലിയുഗത്തിലും നമുക്ക് അങ്ങനെ തന്നെ അനുഗ്രഹം കിട്ടും. ഭഗവാനെ അനന്യമായ ഭക്തിയോടെ, രാമായണം പറയുന്നത് മിശ്രിതമായ ഭക്തിയല്ല. പലരും അത് പറയും, രായും മായും ഒക്കെ പച്ച് പ്രാസമൊക്കെ ഉൾക്കൊള്ളിച്ചതൊക്കെ പറയും. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, തന്ത്രവിദ്യ എഴുത്തച്ഛൻ അറിയാമായിരുന്നു, അങ്ങനെയൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എഴുത്തച്ഛൻ തന്ത്രവിദ്യ എഴുതിയോ? അങ്ങനെ എഴുതിയത്. പക്ഷെ എഴുത്തച്ഛൻ പ്രസന്റ് ചെയ്ത ഭക്തര് ഈ തന്ത്രവിദ്യ ഒന്നും നോക്കിയിട്ടല്ല ഭഗവാനെ വിളിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ശബരിക്കോ വിരാധനോ അഹല്യയ്ക്കോ കൗസല്യമയ്ക്കോ ഒരു തന്ത്രവിദ്യയും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു, അനന്യമായ ഭക്തി. രാമായണം വായിച്ചു കഴിയുമ്പോൾ യോഗയോ തന്ത്രവിദ്യയോ അല്ല നമ്മൾ പഠിക്കേണ്ടത്. രാമായണം വായിച്ചു കഴിയുമ്പോൾ അനന്യമായ ഭക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അതുകൊണ്ട് തന്നെ സുതീഷ്ണനെ അനുഗ്രഹിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ പോവുകയാണ്. ഇവിടെ സുതീഷ്ണൻ പറയുന്നുണ്ട് ചില വാക്കുകൾ. അമൃതമാതാജി, സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവഭൂതങ്ങളുടെ ഉള്ളിൽ
വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദവങ്ങളെ പോലെ വിശ്വേശ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായ തൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. ദീനദയാലു, കരുണാനിധേ, കരുണാകര, ജനാർദ്ദന. സുധീഷ്ണൻ ഭഗവാനെ വിളിക്കുകയാണ്. സർവഭൂതങ്ങളുടെ ഉള്ളിലും വാണിയിടുന്നതും ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. വീണ്ടും പറയുന്നു, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ. എപ്പോഴും നമ്മൾ പാടും സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനം. കീർത്തന. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമബോഹനം ച വേദേശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം. ഇവിടെ സർവഭൂതങ്ങളുടെ ഉള്ളിൽ നോക്കൂ, ഭഗവാൻ ഭഗവത്ഗീതയെ നിർദ്ദേശിക്കുന്നു. ഇവിടെ സുധീഷ്ണനെ പോലെയുള്ള ഭക്തന്മാര് തിരിച്ചറിയുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനെ അങ്ങുണ്ട്. സർവഭൂതങ്ങളുടെയും ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലം എന്നാകിലും ത്വൻ മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. നമ്മളെ 3 ഗുണങ്ങളിൽ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ്? പരാശക്തി, ഭഗവാന്റെ യോഗമായ ദുർഗാദേവി, സ്വാത്വികം, രാജസികം, താമസികം. ഭഗവാനെ അങ്ങയുടെ നാമം ജപിക്കുന്നവരെ, അങ്ങയെ ഉപാസിക്കുന്നവർക്ക് ഈ 3 ബന്ധനങ്ങൾ യാതൊരു തരത്തിലും ഒരു ബന്ധവുമില്ല, ബന്ധനസ്ഥനുമല്ല. ഈ 3 ഗുണങ്ങൾക്കും അതീതനാണ് അങ്ങയുടെ ഭക്തർ. ഭഗവാനെ എത്രമാത്രം ഐഡന്റിഫൈ ചെയ്ത് റിയലൈസ് ചെയ്തിട്ടാണ് സുധീഷ്ണൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അത്രയും വലിയ ഭക്തനായതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ നേരിട്ട് ആ ഭക്തന്റെ അടുത്ത് പോയി അനുഗ്രഹിക്കുക. നോക്കണം, എത്ര കാരുണ്യവാനാണ് ഭഗവാൻ. അപ്പം നമ്മളെല്ലാം പരാശക്തിയുടെ യോഗമായയുടെ മടിത്തട്ടിലാണ്. അതുകൊണ്ടാണ് പുനരഭിജനനം പുനരഭിമരണം. നമുക്ക് ജന്മമൃത്യു ജരാവ്യാധി ഈ സംസാര സാഗരത്തിൽ, ദ മെറ്റീരിയൽ വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറി, ദുഃഖാലയം, അശാശ്വതം. ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുകയും അനുഭവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. രാമചന്ദ്ര പ്രഭു, വിഷ്ണു, കൃഷ്ണ, ഭഗവാനെ അങ്ങയുടെ നാമം ആര് തിരിവിടുന്നു അവർക്കാർക്കും ഈ താപത്രയങ്ങളിൽ പെട്ടുപോവുകയില്ല. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഈ താപത്രയങ്ങളെ നശിപ്പിക്കുന്ന ആരാണോ ഭഗവാനെ, കൃഷ്ണ അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു. അങ്ങനെ പോകുമ്പം വീണ്ടും നമ്മൾ നേരെ പിന്നെ പോകുന്നത് അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്കാണ്. അഗസ്ത്യ മുനിയുടെ ശിഷ്യന്റെ അടുത്ത് പോയി ആ ശിഷ്യൻ സുധീഷ്ണനെ അനുഗ്രഹിച്ചു. നേരെ പിന്നെ അഗസ്ത്യ മഹർഷിയുടെ അടുത്തിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് പോയത്? ഈ അഗസ്ത്യ മഹർഷിയാണ് ഭഗവാനെ കുറിച്ച് സുധീഷ്ണനെ പഠിപ്പിച്ചത്. അഗസ്ത്യ മഹർഷി തന്റെ ശിഷ്യന്മാർക്കെല്ലാം ഭഗവാനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ജപിക്കേണ്ടത്, എന്താണ് മന്ത്രം, എങ്ങനെ നമുക്ക് ഭൂമിയിൽ മുക്തി കിട്ടും, എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്, ഇതെല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഗസ്ത്യനെ അനുഗ്രഹിക്കാനും ശ്രീരാമചന്ദ്ര പ്രഭു തയ്യാറായി. അങ്ങനെ പോവുകയാണ്. ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. അമൃതമായി അത് വായിച്ചു കിട്ടിയോ? അഗസ്ത്യ സ്തുതി കഴിഞ്ഞിട്ട്
ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നെ മായാ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിരുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ ഉന്നം ദിവ്യമാമ വ്യാകൃതമെന്നുപനിഷദാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കൂ, എത്ര മനോഹരമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ ശ്രീരാമചന്ദ്രനെ കുറിച്ചും ശ്രീരാമചന്ദ്ര ഭക്തനെ കുറിച്ചും പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ കൊടുത്തിരിക്കുന്നു. നോക്കൂ, ഇതേ അർത്ഥത്തിലല്ലേ സുധീഷൻ സ്തുതിച്ചത്? തൻ്റെ ഗുരുവും ശിഷ്യനും ഒരേപോലെയാണ് സ്തുതിക്കുന്നത്. ഇവിടെയാണ് ഗുരുശിഷ്യ പരമ്പരയുടെ ആ അർത്ഥം വ്യാപ്തമാകുന്നത്. എങ്ങനെയാണോ ഗുരു പറയുന്നത് അങ്ങനെ തന്നെ ഗുരുവിന്റെ ശിഷ്യനും പറയുന്നു. ശിഷ്യന്റെ അടുത്താണ് നേരത്തെ പോയത്, പക്ഷേ ശിഷ്യനും ഗുരുവും ഒരുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. അഹല്യയും പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെയാണ്. നോക്കൂ, ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ച് ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ പാദസേവ ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളെ സേവ ചെയ്യുന്ന വീട്ടിൽ, ആ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇപ്പം ഇവിടെയും വീണ്ടും പറയുന്നു, യോഗമായ ശക്തിയെക്കുറിച്ച് പറയുന്നത്. ഇത് വലിയൊരു കടമ്പയാണ് കേട്ടോ. ഈ യോഗമായ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവര് എന്തെങ്കിലും പറയുമ്പം നമുക്കത് വിശ്വസിച്ചിട്ട് നമ്മൾ ഭഗവാനെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നത്. ഇത് വലിയൊരു കടമ്പയാണ്. ഈ യോഗമായ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. പക്ഷേ വളരെ നിസ്സാരവുമാണ്. ഇതുപോലെ ഭക്തന്മാർ എങ്ങനെ ഭഗവാനെ പ്രാപിച്ചു, മോക്ഷം കിട്ടി എന്നത് വായിച്ച് കൃത്യമായിട്ട് ഗുരുസന്നിധിയിൽ നിന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റ് പരിഭാഷകളിലോ മറ്റ് വേദാന്തങ്ങൾ പറയുന്നതിന്റെ പുറകെ നമ്മൾ പോവില്ല. അല്ലെങ്കിൽ ഈ പറയുകയാണ്, എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, താന്ത്രിക വിദ്യയും യന്ത്രവിദ്യയും യോഗയൊക്കെ രാമായണം വിട്ടിട്ട് അതിനെ പ്രയോറിറ്റി ചെയ്ത് സംസാരിക്കുമ്പോൾ രാമായണം നമ്മൾ മറക്കുകയും 30 ദിവസത്തെ രാമായണം വായിച്ചതിന് ശേഷം നമ്മൾ എഴുത്തച്ഛൻ താന്ത്രിക വിദ്യ അറിയാം, നമുക്ക് താന്ത്രിക വിദ്യ പഠിക്കാനൊന്ന് പോയാലോ, നമുക്ക് യോഗ പഠിക്കാൻ പോയി കഴിഞ്ഞാലോ, മൊത്തം പോയി, എല്ലാം ഡിസ്കണക്റ്റ് ആയി. ശ്രീരാമചന്ദ്രനെ മറന്നു, ലോകത്തിന്റെ സൃഷ്ടിയെ മറന്നു, നമ്മുടെ ദുഃഖ കാരണങ്ങളെ മറന്നു. നമ്മൾ തന്ത്രത്തിന്റെ പുറവിലോട്ട് പോവുകയാണ്. പിന്നെ വീണ്ടും അങ്ങനെ പോയിട്ട് അപ്പൊ അവിടെ വീണ്ടും പറയുന്നുണ്ട്, സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും. എത്ര കൃത്യമായിട്ട് ഇവിടെ അഗസ്ത്യമുനി റിയലൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമാക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഷയിൽ ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് നമുക്ക് വേണ്ടി പറയുന്നുണ്ട്, ഭൂമിരാപോ അനലോ വായു ഖമ്മനോ ബുദ്ധിരേവച. വിസ്മയ, ഹരേ കൃഷ്ണ. ഏതാ ശ്ലോകം? ഓക്കെ, ആമി പറഞ്ഞു. ഭൂമിരാപോ അനലോ വായോ ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരസ്തദാ. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടും കൂടാതെ മൈൻഡ്, ഇന്റലിജന്റ്, പിന്നെന്താ പാഴ്സീഗോ, ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നിവയെ കൊണ്ടുമാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അഗസ്ത്യമുനി ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് പറയുകയാണ്, റിയലൈസ് ചെയ്തിട്ട് പറയുകയാണ്. അതുകൊണ്ട് ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായ ശുഭമാതാജി കിട്ടിയോ? ആ വായിച്ചുകൊണ്ടിരിക്കുന്ന വരികൾ, താഴത്തെ വരികൾ നേരത്തെ അഗസ്ത്യസ്തുതി വായിച്ചതിന്റെ കുറെ 10-20 വരികൾ തള്ളി അങ്ങോട്ട് പോകുമ്പം കാണാം, ലോകേശനായ ധാതാ നാഭിയിൽ ബുക്കില്ല ഇവിടെ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച വായിച്ചത് എങ്ങനെയാ?
പ്രിന്റ്. ഞാൻ യൂട്യൂബിലാണ് വായിക്കാറ്. ഓക്കെ. അപ്പം ലോകേശനായ നാഥ പ്രീതമാതാജി വായിച്ചോളൂ. കിട്ടി പ്രഭു. ലോകേശനായ ധാത്ത നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയൻ. ഹരേ കൃഷ്ണ. ഇതിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. നോക്കൂ, അഹല്യയും സ്തുതിച്ചത് അങ്ങനെയാണ്. ആരുടെ നാഭിയിൽ നിന്നാണോ വിരിഞ്ചൻ ഉണ്ടായത്, ഇവിടെയും വീണ്ടും അഗസ്ത്യൻ സ്തുതിക്കുകയാണ്. ഇതിനെല്ലാം പിന്നെ ഇവനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. ഭഗവാൻ സാക്ഷി രൂപേണ എവിടെ ഇരിക്കും? എവിടെ ഇരിക്കുന്നത്? സാക്ഷി ഗോപാലിന്റെ കഥ നന്ദന നേരത്തെ പറഞ്ഞിരുന്നു. സാക്ഷി ഗോപാൽ എവിടെ ഇരിക്കുന്നത്? സാക്ഷി എവിടെ ഇരിക്കും? നമ്മുടെ ചിത്തത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ സാക്ഷി ഗോപാലായിട്ടിരിക്കും. എല്ലാത്തിനും സാക്ഷിയായി. എനിക്ക് ഒന്നിനോടും ഒരു മമതാബന്ധവുമില്ല. അതേസമയം ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പക്ഷേ നീ നിന്റെ കർമ്മഫലം കൊണ്ടാണ്, കർമ്മം കൊണ്ടാണ് നീ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടല്ല. എല്ലാത്തിനും സാക്ഷിയായി, ഒരു വ്യത്യാസവുമില്ല, ഞാൻ ഇരിക്കും. പിന്നെ വീണ്ടും അങ്ങനെ പോയി അതേ അവിടെ തന്നെ അങ്ങനെ പോട്ട് തരാ, അതൊക്കെ പോട്ടെ. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ. പിന്നെ നേരെ ഭഗവാൻ അടുത്ത ആളിനെ പോയി കാണുകയാണ്. ആരെയാണ്? ജടായുവിനെ. ജടായു ശ്രേഷ്ഠനെ കാണും. ജടായുവിനെ അനുഗ്രഹിച്ചിട്ട് പിന്നെ അങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ കുറെ നടന്നു, കുറെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരിടത്ത് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പം ഒരാൾ വന്ന് പറയുകയാണ്, എനിക്ക് വേദം ഓതിത്തരണമെന്ന്. ആരാ? ഈ ലക്ഷ്മണൻ എന്താണെന്ന് ഓതിത്തരണമെന്ന് വന്ന് ചോദിക്കുകയാണ്. ആരാണ്? ലക്ഷ്മണൻ. ഭാഷാ ലക്ഷ്മണൻ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എന്താ ചേച്ചി ഒന്ന് വായിച്ചോളൂ. ആദ്യ എത്ര മനോഹരമായ വരികളാണെന്നറിയാമോ? ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാദരനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാന്തം വരുമാർ അരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവൻ ഭൂമണ്ഡലേ. ശ്രീരാമൻ അത് കേട്ട് ലക്ഷ്മണൻ നിന്നോടപ്പോൾ ആരോടാനന്ദമരുൾ ചെയ്തു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ലക്ഷ്മണൻ വളരെ വിനയാന്യതനായിട്ട് ശ്രീരാമചന്ദ്രൻ വിശ്രമിച്ചിരിക്കുമ്പോൾ ചെന്ന് ശരണാഗതി നേടുകയാണ് ആക്ച്വലി ലക്ഷ്മണൻ ചെയ്യുന്നത്. പ്രഭു, രാമചന്ദ്ര പ്രഭു, മുക്തിമാർഗത്തെ ഒന്ന് അരുൾ ചെയ്യണം. എങ്ങനെ ഈ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞാൽ ഈ സംസാര സാഗരത്തിൽ നിന്ന് മുക്തി കിട്ടും? അവിടെ വളരെ മനോഹരമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര രസകരമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അറിയാമോ? ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, ജന്മസംസാര വൃക്ഷമൂലമായ തുദേഹം. പ്രീതമാതാജി വായിക്കാൻ പറ്റും? കിട്ടിയോ? സ്മിതമാതാജി ഹരേ കൃഷ്ണ, നിവേദ് ഹരേ കൃഷ്ണ. ജന്മസംസാര വൃക്ഷമൂലമായ തുദേഹം തന്മൂലം പുത്രകളത്താദി സംബന്ധമെല്ലാം. കിട്ടിയോ? ലക്ഷ്മണോപദേശത്തില് 10-50 വരികൾ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ കിട്ടും. 50 വരികൾ ഇല്ലെന്ന് തോന്നുന്നു. 630 കിട്ടിയോ?
ജന്മ സംസാര വൃക്ഷമൂലം. കിട്ടിയോ? സീതമാതാജിക്ക് കിട്ടിയോ? കിട്ടി പ്രഭു. എന്നാ വായിച്ചോളൂ. കിട്ടി. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമല്ല. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം. ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തവും എന്നതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവൻ. ഹരേ കൃഷ്ണ. വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയം. ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞു കൊള്ളുവാനുള്ള സാധനങ്ങളൊക്കെ കേട്ട് കൊള്ളുക സൗമിത്രി നീ. നോക്കൂ, വീണ്ടും അഗസ്ത്യൻ സ്തുതിക്കുന്ന അതേ രീതിയിൽ തന്നെ ലക്ഷ്മണന് ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭഗവത്ഗീതയിൽ എന്താണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് നമുക്ക് വേണ്ടിയിട്ട്? അത് തന്നെയാണ് ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം. ഈ ഭൗതിക ബന്ധനങ്ങളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ ദേഹം. ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് നീ ആദ്യമായിട്ട് ഒഴിവാകാൻ ശ്രമിക്കണം. അന്യായമായ ബന്ധങ്ങളൊന്നും നിനക്ക് വേണ്ട. അത്ര കൂടുതൽ ബന്ധങ്ങളൊന്നും നിനക്ക് വേണ്ട. അത് നിനക്ക് നാശത്തിനേ പറ്റുകയുള്ളൂ. ഒരു കൈ അകലത്തിൽ ആ ബന്ധങ്ങളെ കൊടുത്തു നിർത്തിയാൽ മതി. നിനക്ക് ബന്ധം സുദൃഢമായി സ്ഥാപിക്കേണ്ടത് പരമാത്മാവുമായിട്ടാണ്, ഭഗവാനുമായിട്ടാണ്, എന്നോടായിട്ടാണ് എന്ന് ലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പം പുത്രകളത്രാദി ബന്ധങ്ങളാണ് ജീവിതത്തിൽ ദുഃഖം തരുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്താൽ മതി, കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് നീ ചെയ്യരുത് എന്ന് പറയുന്നു. അങ്ങനെ വന്ന് വീണ്ടും പോയിട്ട് അതേ കൃഷ്ണോപദേശത്തിലെ ഏറ്റവും ലാസ്റ്റിലെ വരികള്, ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ്, നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും, ഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും, ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളും പുനർ ആകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും മത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കയും മത. അമൃതമാതാജി കിട്ടിയോ വരികൾ? കിട്ടിയോ? ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ്, നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ, മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതു മദ്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും, ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമത മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നു വരേണ്ടതിൽ ഉത്തമോത്തന്മന്മാരായുള്ളവരവരല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കൂ, ഇവിടെ എത്ര മനോഹരമായിട്ടാണ് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ വീണ്ടും പറയുകയാണ്, ഭക്തന്മാരെ സേവിക്കണം. എന്നെ സേവിക്കാൻ ഭഗവാൻ പറയുന്നില്ല. എൻ്റെ ഭക്തന്മാരെ നീ സേവിക്കണം. പിന്നെ ഭക്തന്മാരെ സേവിക്കുക. പിന്നെന്താണ്? കൃത്യമായി പറയാണ്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭാഗവതത്തിലും പറയുന്നുണ്ട്. കൃത്യമായിട്ട് പറയാണ്, ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കണം. അപ്പം വ്രതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം എന്ന് പറഞ്ഞാൽ ഏകാദശിയാണ്. മറ്റൊരു വ്രതത്തിന്റെയും പേരെടുത്ത് ആദിയായവ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഏകാദശി ആദിയായ വ്രതങ്ങൾ എടുക്കണം. അപ്പം ഭൂമിയിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ ഒരുവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും അവൻ ഈ ദുഃഖാലയത്തിൽ വീണ്ടും അവൻ വരും, ദുഃഖങ്ങൾ അനുഭവിക്കും.
യാതൊരു സംശയവുമില്ല. അപ്പൊ ഏകാദശി തുടങ്ങിയ വ്രതം എന്ന് പറയുമ്പോൾ പിന്നെ മറ്റു വ്രതങ്ങൾ ഏതാണ്? ജന്മാഷ്ടമി, പിന്നെ ശിവരാത്രി, രാമനവമി, ഇങ്ങനെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കണം. മറ്റൊരു വ്രതങ്ങളെ കുറിച്ചും രാമായണത്തിലോ ഭാഗവതത്തിലോ ഭഗവത്ഗീതയിലോ പറയുന്നില്ല. നമ്മുടെ മുന്നിലുള്ള വെളിപ്പെട്ട ശാസ്ത്രങ്ങൾ കൃത്യമായും വ്യക്തമായും ഞാൻ പറയുകയാണ്. അത് മഹാഭാരതം അഥവാ ഭഗവത്ഗീത, ശ്രീമദ് മഹാഭാഗവതം, രാമായണം. ഈ 3 വെളിപ്പെട്ട ശാസ്ത്രങ്ങളെ സ്വാംശീകരിക്കാനും സാധൂകരിക്കാനും ആണ് നമ്മൾ ഉപനിഷത്തുക്കളും പുരാണങ്ങളും പഠിക്കണം. പക്ഷേ അത് പഠിക്കേണ്ടത് ഭാഗവതവും ഭഗവത്ഗീതയും മഹാഭാരതവും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാകണം. അല്ലാതെ വ്യാസമഹർഷിക്ക് പോലും പറ്റിയ അബദ്ധമാണ്. അല്ലാതെ അതിൽ കൊടുത്തിരിക്കുന്ന മന്ത്രതന്ത്രങ്ങളുടെ പുറവേ പോകാനുള്ളതല്ല. കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ പോയിട്ട് വീണ്ടും അടുത്തൊരു കളി ശ്രീരാമചന്ദ്രൻ ചെയ്യുകയാണ്. അങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് വളരെ മനോഹരമായ ലക്ഷ്മണന് ഈ ഭൂമിയിൽ എങ്ങനെ ഒരുവൻ രക്ഷപ്പെടാം എന്നുള്ള മാർഗം പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോകുമ്പോഴാണ് മറ്റൊരു കഥാപാത്രം വരുന്നത്. ഏത് കഥാപാത്രം വരുന്നു? ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഏകാദശി കൂടാതെ ഏത് വിധത്തിലുള്ള ഭക്തിയാണ് പിന്തുടരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറഞ്ഞു. ഏതാണ്? രാജീവ് പ്രഭു ചിരിക്കുന്നു. രാജീവ് പ്രഭു, ഏത് ഭക്തിയാണ്? പൂജനം, വന്ദനം, നവവിധ ഭക്തി. അനഭി ഹരേ കൃഷ്ണ. നവവിധ ഭക്തി, 9 തരത്തിലുള്ള ഭക്തി. ശ്രവണം, കീർത്തനം, വിഷ്ണോർ. ജയപ്രകാശ് പ്രഭു. ശ്രവണം, കീർത്തനം, വിഷ്ണോർ. സ്മരണം, പാദസേവനം. യെസ്, അങ്ങനെ വരട്ടെ. അർച്ചനം, വന്ദനം, ദാസ്യം, ആത്മനിവേദനം. ശ്രവണം, കീർത്തനം, വിഷ്ണോർ. സ്മരണം, പാദസേവനം. അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 വിധത്തിലുള്ള ഭക്തിയെ നീ പരിശീലിക്കണം. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രനും കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞു. അപ്പം അതിലെ 3 വിധ ഭക്തി വളരെ അത്യാവശ്യമാണ്. ആ 3 നമ്മൾ 100% കൂറ് പുലർത്തിയെങ്കിൽ മാത്രമേ ബാക്കി 6 ഭക്തികളിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അത് ആദ്യത്തെ 3 ഭക്തി. ശ്രവണം. അതുകൊണ്ടാണ് ഭാഗവത്തിലെ ദ്വിതീയ സ്കന്ധത്തില് 2ാമത്തെ സ്കന്ധത്തില് 1ാമത്തെ ചാപ്റ്ററിലാണോ 2ാമത്തെ ചാപ്റ്ററിലാണോ പറയുന്നത്, തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരിഹി. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരിഹി. ശ്രോതവ്യ, കീർത്തവ്യ, സ്മർത്തവ്യ, ഇച്ഛതാ അഭയം. ഭഗവാനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം. എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കണം. ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ, ഭഗവാന്റെ മായാ വൈഭവങ്ങൾ, ഇതെല്ലാം കേട്ടുകൊണ്ടേയിരിക്കണം. പിന്നെന്താ? പിന്നെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം കേട്ടിട്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ടേയിരിക്കണം, സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഇതെല്ലാം രാമായണത്തിൽ മൊത്തം സ്തുതികളാണ്, ഭാഗവതത്തിൽ മൊത്തം സ്തുതികളാണ്. അർജുനനും സ്തുതിച്ചു, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. അങ്ങ് പരം ബ്രഹ്മമാണ്, പവിത്രമാണ്. പരം ബ്രഹ്മം പരം ധാമ പവിത്രം പരമം ഭവാൻ. പിന്നെന്താ അടുത്ത വരി? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. പുരുഷം. പിന്നെ ഋഷികളൊക്കെ ചൊല്ലിക്കൊള്ളു. ശാശ്വതം, നിത്യം. ഇല്ല, ഇടയ്ക്ക് മിസ്സായി. അസിതനും ദേവരനും വ്യാസമഹർഷിയും പിന്നെ അങ്ങ് തന്നെയും പറയുന്നുണ്ട്. സ്തുതിക്കുകയാണ്, സ്തുതിയാണ്.
അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. അപ്പം തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരിഹി ശ്രോതവ്യ കീർത്തിതവ്യ സ്മർത്തവ്യ ഇച്ഛതാഭയം. എത്ര സുന്ദരമായിട്ടാണ് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്ര പ്രഭു ഉപദേശിച്ചു കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ ഒരാളെ കാണുകയാണ്, ഒരു കളി, ഒരു തമാശ. ആരെയാണ്? ശൂർപ്പണഖ. വളരെ അതിസുന്ദരിയായിട്ട് വേഷം മാറിയിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അടുത്ത് വരികയാണ് വിവാഹ അഭ്യർത്ഥനയുമായിട്ട്. ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഒരു തമാശയായിട്ട് തോന്നി. ലക്ഷ്മണന്റെ അടുത്തേക്ക് വിടും. ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനും പന്ത് തട്ടുന്നിട്ട് അങ്ങോട്ടും കളിക്കുകയൊക്കെ ചെയ്യും. ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നിട്ട് ശൂർപ്പണഖ തനി സ്വരൂപം കാണിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ അടുത്ത് നിന്ന് ഒരു ഡയലോഗ് അടിക്കും. ആ ഡയലോഗിലാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന് അന്നേ വരെ ഇല്ലാത്തൊരു ദേഷ്യം സംഭവിച്ചത്. ആ ദേഷ്യം പിന്നീട് അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായത് വരുണദേവന്റെ അടുത്തിട്ടാണ്. ഒരുപക്ഷെ അത്രയും ദേഷ്യം രാവണനോട് പോലും കാണിച്ചിട്ടില്ല. ശൂർപ്പണഖ വളരെ സിമ്പിളായിട്ട് വന്ന് ഒരു ഡയലോഗ് അടിച്ചു. ശ്രീരാമ, നിന്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായത് കൊണ്ടല്ലേ നീ എന്നെ വിവാഹം ചെയ്യാതെ നിൽക്കുന്നത്. ഞാനൊരു രാക്ഷസ സ്ത്രീയാണെന്ന് അങ്ങേക്കറിയാം. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അങ്ങയുടെ ഭാര്യയെ പിടിച്ച് തിന്നുകളയും. ശ്രീരാമചന്ദ്ര പ്രഭുവിനില്ലാത്ത അവിടെ അതുവരെ ഇല്ലാത്ത ദേഷ്യം സംഭവിച്ചു. മുഖമൊക്കെ അങ്ങ് ചുവന്നു, പുരികമൊക്കെ ചുളിഞ്ഞു. ഒരു നിമിഷം ഇനി നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. സുശീം പ്രഭു പറയുന്നതിൻ്റെ കൂട്ട് അടുത്തൊരു സ്ത്രീ പീഡനം. ഒരു നിമിഷം, പക്ഷെ അത് സ്ത്രീയുടെ കൈ കൊണ്ടായിപ്പോയി. ഒരു നിമിഷം നിന്നെ ഞാൻ വെച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മണനോട് പറഞ്ഞു, വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞ അംഗങ്ങളെല്ലാം അവളുടെ സൗന്ദര്യം കൊണ്ടല്ലേ അവൾ കാണിക്കുന്നത്, വെട്ടിക്കളയാൻ. അങ്ങനെ അംഗവിച്ഛേദങ്ങൾ സംഭവിച്ചു. അങ്ങനെ അവിടെ ഒരു ഉത്തരവാദിത്വം ശ്രീരാമചന്ദ്രൻ തീർക്കുകയാണ്. ഒരു ഉത്തരവാദിത്വം തീർക്കുന്നതോടുകൂടി അടുത്ത ഒരു നാടകത്തിന്റെ രംഗപ്പടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് നേരെ പോകുന്നത് ഖരനെയും വധിക്കും. ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് രാവണന്റെ അടുത്ത് ചെല്ലും. പിന്നെ മാരീചനെ നിഗ്രഹിക്കും. സീതാദേവി അടുത്ത മാരീചൻ വരും, മാരീചനെ നിഗ്രഹിക്കും. പിന്നെ വരുന്നത് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രംഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാമായണം നമ്മളിങ്ങനെ ഓടിപ്പോവുകയാണ്, സഞ്ചരിച്ചു പോവുകയാണ്. സീതാദേവിയെ അപഹരിക്കുന്ന ഒരു രംഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാ അപഹരിക്കുന്നത്? ആരാ അപഹരിക്കുന്നേ? സീതാദേവി ആര് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു? രാവണൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. രാവണൻ ആരാ? ദശമുഖൻ. ആരാണ്? ലങ്കേശ്വരൻ. എന്തോ? ലങ്കേശ്വരനാണ്. ശ്രീലങ്കയിലെ രാജാവാണ്. അതിലുപരി മഹാദേവ ഭക്തനാണ്. അതിലുപരി ലോക പണ്ഡിതനാണ്. പിന്നെ എന്തുകൊണ്ടാണ് രാവണൻ ഇത്രയും പാണ്ഡിത്യമുള്ളയാൾക്ക്? എല്ലാ വേദങ്ങളും അറിയാം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദമാണോ പഠിക്കേണ്ടത്, അനന്യ ഭക്തിയാണോ പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ വ്യത്യാസം രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. സ്പഷ്ടമാണ് രാമായണം. കൃത്യമാണ് രാമായണം, കൃത്യമാണ് എഴുത്തച്ഛൻ, കൃത്യമാണ് വാൽമീകി. അതൊരു സംശയം. പാണ്ഡിത്യമാണോ വേണ്ടത്? ഒരുവന് പുരോഗമനപരമായ ജീവിതം കൊണ്ടുപോകാൻ അറിവ് മാത്രമാണോ ആവശ്യമുള്ളത്? കൂടെ ഭക്തിയും വേണമെന്ന്. രാവണന് പാണ്ഡിത്യം ഉണ്ടായിരുന്നു, പക്ഷേ വേദജ്ഞനല്ലായിരുന്നു. വേദജ്ഞന്റെയും പാണ്ഡിത്യന്റെയും വ്യത്യാസം ഇവിടെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് മഹാദേവരുടെ ഭക്തനായിട്ട് അവസാനം മഹാദേവരുടെ ഭാര്യ വരെ രാവണൻ ചോദിച്ചതാണ്. നോക്കണം, അത്രയ്ക്ക് വിഡ്ഢിയായിപ്പോയി രാവണൻ. അങ്ങനെ സാക്ഷാൽ ലക്ഷ്മി ദേവി ഐശ്വര്യത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറയുന്നു. ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്.
ധ്യായതോ വിഷയ രണ്ടാമത്തെ നമ്മൾ പഠിച്ചതാണ്. ധ്യായതോ വിഷയാൻ പുംസ. രാജീവ് പ്രഭു. രണ്ടാമത്തെ അധ്യായത്തില് 62ാമത്തെ ശ്ലോകം സുശീൽ പ്രഭു പറയും. ധ്യായതേ വിഷയാൻ പുംസ സംജായതേ ഞാൻ പഠിച്ചിട്ടില്ല. കാമക്രോധ അഭിജായതേ. ഹരേ കൃഷ്ണ മാതാജി. മനസ്സിലായാലും സുശീംപ്രഭുവിന്റെ പിന്നിലുള്ള ശക്തി ആരാണെന്നുള്ളത്. ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാ സംജായതേ കാമക്രോധോ അഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. ഇതാണ് രാവണന് സംഭവിച്ചത്. പാണ്ഡിത്യം ഉണ്ടായിട്ടും ശരിയായ വിജ്ഞാനം കിട്ടിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വീണ്ടും നമ്മൾ 15ാമത്തെ അധ്യായത്തില് 1ാമത്തെ ശ്ലോകത്തില് കൃത്യമായി അതിന്റെ റീസൺ പറയുന്നുണ്ട്. ശ്രീ ഭഗവാൻ ഉവാച. പുരുഷോത്തമയോഗം. വിപിൻ പ്രഭു പുരുഷോത്തമയോഗം. ശ്രീ ഭഗവാൻ ഉവാച. അങ്ങനെ സുഖിച്ചിരിക്കുക വിപിൻ പ്രഭു. ശ്രീ ഭഗവാൻ ഉവാച വായിച്ചോളൂ. ഊർധ്വമൂലമദശാഖം അതെ അതെ അത്രേ ഉള്ളൂ. ഊർധ്വമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു. വിൻപ്രഭു ട്രാൻസ്ലേഷൻ വായിക്കാമോ? പരമദിവ്യോത്തമ കഴിഞ്ഞത് കഴിഞ്ഞിട്ട് വീണ്ടും കേട്ടോ സുഖിച്ചിങ്ങനെ കയ്യൊക്കെ ചിരിക്കുകയാണ്. വിസ്മയ ഹരേ കൃഷ്ണ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായ അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്നറിയുന്നവൻ അത്രേ വേദജ്ഞൻ. ഈ വേദങ്ങളെ പറ്റി അതിന്റെ പൊരുൾ എന്താണെന്ന് രാവണൻ മനസ്സിലാക്കിയിട്ടില്ല. കാര്യം അത് കുറച്ചുകൂടെ വ്യക്തമാക്കി 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അധച്ചൂർത്തം പ്രസൃതസ്താസ്യ ശാഖ. ആക്കുചൊല്ലാം. ചൊല്ലിക്കൊള്ളു. കർമാനുബന്ധീനി മനുഷ്യലോകെ. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അറിവ് രാവണന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പുരുഷോത്തമ യോഗത്തില് അവസാനം ഭഗവാൻ പറഞ്ഞു നിർത്തിയത് ഗുഹ്യതമം ശാസ്ത്രം. ഈ ഗൂഢമായ രഹസ്യം രാവണൻ അറിഞ്ഞില്ല. ഇതി ഗുഹ്യതമം ശാസ്ത്രം. ഇതം മുക്തം മയാനഘ ഏതത് ബുദ്ധ്യാ ബുദ്ധിമാൻ സ്യാത് ഭാരത. ഹേ പാപരഹിത. ഹേ പാപരഹിത. പാപരഹിതനായവർക്ക് മാത്രമേ ഈ ഗൂഢശാസ്ത്രം ഞാൻ ചൊല്ലിക്കൊടുക്കുകയുള്ളൂ. മഹാദേവരുടെ ഭാര്യയെ ചോദിച്ച നിനക്ക് ഞാൻ ഉപദേശിച്ചു കൊടുക്കുമോ? തരില്ല, തരത്തില്ല. നീ പണ്ഡിതനാണെന്ന് ലോകം മുഴുവൻ അറിയപ്പെടും. പക്ഷേ നിനക്ക് ഈ വേദത്തിന്റെ പൊരുൾ നിനക്ക് ഞാൻ പറഞ്ഞു തരത്തില്ല. കാര്യം ഇത് ഗുഹ്യതമം ശാസ്ത്രം. ഈ പാപരഹിത, ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതീവ രഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും. അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. പണ്ടൊരു കഥയുണ്ട്. പായസം വെക്കുന്നത് എങ്ങനാണെന്ന് അയൽവക്കത്ത് പോയി ചോദിക്കും. അടപ്രഥമൻ വെക്കുന്നത് എങ്ങനാ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയും. പറഞ്ഞു കൊടുത്തത് ആര്? അപ്പൊ തിരിച്ചു വിളിക്കും, അയ്യോ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ മറന്നുപോയി. എന്താണ്? എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേ ഒരു തവി ഉപ്പും കൂടെ ചേർക്കണേ അടപ്രഥമനെന്ന്. അതെനിക്ക് നേരത്തെ അറിയാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു തവി ഉപ്പും കൂടെ ഇടും. ഇതാണ്. അപ്പം അഹങ്കാരത്തോടു കൂടി ശാസ്ത്രത്തെ സമീപിച്ചു കഴിഞ്ഞാൽ
നിനക്ക് മനസ്സിലാവുകയില്ല എന്ന് കൃഷ്ണനും ശ്രീരാമചന്ദ്ര പ്രഭുവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനന്യമായ ഭക്തിയോടെ ശരണാഗതിയോടെ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട് അർജുനന്റെ ശരണാഗതി. എന്താണ് ശരണാഗതിയുടെ പാട്ട് ശ്ലോകം? ഞാൻ മറന്നുപോയി. സുശീം പ്രഭു. കാർപ്പണ്യദോഷോ അപഗത ചേതസ സ്വഭാവഃ അതെ. അപ്പൊ അങ്ങനെ പോയിട്ട് അതുകൊണ്ടാണ് രാവണന് അപ്പൊ അതുപോലെ നമുക്കൊരു അബദ്ധം പറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം നമ്മൾ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തൈവ ഗതിരന്യഥ. ഇതല്ലാതെ ജീവിതത്തിൽ ഒരു ഫോർമുലയുമില്ല, ഒരു മരുന്നുമില്ല നമുക്ക് രക്ഷപ്പെടാൻ. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് പിന്നെ ജടായുവിനെ കാണുന്നത്. വീണ്ടും ജടായു ശ്രേഷ്ഠനെ കാണുകയാണ്. എങ്ങനെയാണ് ജടായു ശ്രേഷ്ഠനെ കാണുന്നൊരവസ്ഥ? കൈയും കാലുമെല്ലാം നഷ്ടപ്പെട്ട് ചോരവാർന്നിരിക്കുന്ന പടുവൃദ്ധനായ പക്ഷിശ്രേഷ്ഠനായ മഹാഭക്തനായ ജടായുവിനെ കാണുമ്പം ജടായു കരഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അടുത്ത് പറയും, പ്രഭു എന്നോട് ക്ഷമിക്കണം. ഈ ഒരു ഹംബിൾനെസ് ആണ് എനിക്ക് വേണ്ടത്, ഭക്തന് വേണ്ട, ഭഗവാന് നമുക്ക് വേണ്ടത്. ഞാൻ എല്ലാം ചെയ്തു, പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. അങ്ങേ ത്രികാലജ്ഞാനിയല്ലേ, എന്നെ ഒന്നും സഹായിച്ചുകൂടായിരുന്നു എന്നല്ല ചോദിച്ചത്. എനിക്ക് പറ്റിയില്ല പ്രഭു, സീതാദേവിയെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവസാനം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ശ്രീരാമചന്ദ്രൻ എല്ലാം മനസ്സിലാക്കിയിട്ട് അവസാനം ജടായുവിനെ ആശ്വസിപ്പിച്ച് സ്വന്തം പുത്രന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ ശവസംസ്കാര കർമ്മങ്ങളും ചെയ്തു കൊടുത്ത് അനുഗ്രഹിച്ച് മോക്ഷപ്രാപ്തിയും കൊടുത്തിട്ടാണ് ശ്രീരാമചന്ദ്രൻ പോകുന്നത്. അപ്പം ആരുമില്ലാത്തവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നൊരു സന്ദേശവും ഇതിന്റെ കൂടെയുണ്ട്. എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അനന്യമായ ഭക്തിയോടെ ഭഗവാന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അവിടെയാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം അറിയുന്നത്. അങ്ങനെ പോയിട്ട് അപ്പം ഇവിടെ പിന്നെ അടുത്ത ഒരു അസുരനെ, അടുത്ത ഒരു ഭീകര സത്വത്തിന് മോക്ഷം കൊടുക്കാൻ പോവുകയാണ്. ആരാണ് ആ ഭീകര സത്വം? കബന്ധൻ ആ ഭീകര സത്വത്തിന് ശ്രീരാമ പാദസ്പർശം ഏറ്റുകഴിഞ്ഞാൽ ഉടനെ കബന്ധന് മോക്ഷം കിട്ടി. അപ്പം കബന്ധൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന് ശരണാഗതി നേടുകയാണ്. അന്നേരം അദ്ദേഹത്തിന്റെ ഭൂതകാലം കബന്ധനും ഓർമ്മിക്കുകയാണ്. അഷ്ടവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു, ദുഷ്ടനായ മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനല്ല, ഞാൻ അപഹസിച്ചത് ദുഷ്ടനായ മഹാമുനി ശാപവും നൽകിയിടിനാൻ. ഇവിടെ അഷ്ടവക്രമുനി ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു അഷ്ടവക്രമുനി. എന്തുകൊണ്ടാണ് അഷ്ടവക്രം എന്ന് പേര് വന്നത്? 8 മടക്കുകളുണ്ട്, കൂനുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെയും നമ്മൾ പരിഹസിക്കരുത്, ഒരാളുടെയും ഹൃദയത്തെ നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മൾ രാമായണം വായിച്ചു കഴിയുമ്പോൾ, ഈ വരികളിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ശ്യാമസ്മിത മാതാജി ആക്റ്റീവ് ആയിരുന്നല്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഹരേ കൃഷ്ണ. അപ്പം പറയുകയാണ്, വീഡിയോയിൽ വരാം. ഓക്കെ, ഹരേ കൃഷ്ണ. അഷ്ടവക്രം. അപ്പം ഒരാളെയും നമ്മൾ പരിഹസിക്കരുത്. ആയി കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കണം. ഒരാളെയും നമ്മൾ പരിഹസിക്കരുത്. കൃത്യമായി പറഞ്ഞത് ശാസ്ത്രം. നമുക്ക് ആരെയും പരിഹസിക്കാനുള്ള അർഹതയില്ല. അതിലുപരി ജന്മമായി കിട്ടുന്ന വൈകല്യങ്ങളെ നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത്, നിന്ദ്യമായി കാണരുത്.
എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ബീജം മാം സർവഭൂതേഷു, എല്ലാവരുടെയും ബീജം ഞാനാണ് എന്ന് പറയുമ്പം നമ്മൾ ഒരാളെ പരിഹസിക്കുന്ന നല്ലതാണോ? നമ്മുടെ സഹോദരിയും സഹോദരനും അല്ലേ? പരിഹസിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് ഇവിടെ അറിവില്ലാതെ പരിഹസിച്ചത് കൊണ്ട് ആ കബന്ധന് ഭീകരസത്വമായി മാറേണ്ടി വന്നു. അവസാനം അഷ്ടവിക്ര മുനി ഉപദേശിക്കുകയും ചെയ്തു, ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദസ്പർശനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷവും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കബന്ധസ്തുതിയിലും പറയുന്നതാണ്, നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഞാൻ അവിടെ പറയാൻ തുടങ്ങിയ ശ്ലോകമാണ്, ഇതി ഗുഹ്യതമം ശാസ്ത്രം, ഇത് ഗൂഢമായ ശാസ്ത്രമാണ്, നിന്റെ പൊരുൾ അങ്ങനൊന്നും ആർക്കും അറിയത്തേയില്ല. അനന്യമായ ഭക്തിയുടെ നിരന്തരമായ നാമജപത്തിലൂടെ, നിരന്തരം ഗുരുശിഷ്യ ബന്ധത്തിലൂടെ മാത്രമേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് നേരെ പോകുന്നത് ഭഗവാൻ ഇനി അടുത്ത ഒരാൾക്ക് കൂടെ മോക്ഷം കൊടുക്കണം. ശബരി ഭഗവാന്റെ അടുത്തൊരു ഭക്ത ഇരിക്കുകയാണ്, വിതുരാണിയെ പോലെ നിഷ്കളങ്കയായ ഒരു ഭക്ത. എന്തുകൊണ്ടാണ് വിതുരാണിയുടെ പഴത്തൊലി ഭഗവാൻ സ്വീകരിച്ചത്? സ്മിതമാതാജി, ഏതായാലും സ്മിതമാതാജി ഇപ്പോൾ ഒരു കൊനഷ്ട ചോദ്യം ഇട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ് വിതുരാണിയുടെ പഴത്തൊലി ഭഗവാൻ സ്വീകരിച്ചത്? ഭക്തിപൂർവം കൊടുത്തതുകൊണ്ട്. ഭക്തിപൂർവം കൊടുത്തതുകൊണ്ട്. നിഷ്കളങ്കമായി വീട്ടിൽ വന്നപ്പോഴത്തേന് എന്ത് ചെയ്തെന്നറിയാൻ, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ഇങ്ങനെ പഴം തൊലിക്കുന്നു, പഴം തൊലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്തോ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ്, ഇടത് കൈയും വലത് കൈയും മാറിപ്പോയി. ഇതാണ് സംഭവിച്ചത്. ഇടത് കൈ കൊണ്ട് തൊലിച്ചു കളയുന്നതിന് പകരം വലത് കൈ കൊണ്ട് തൊലിച്ചു കളഞ്ഞു. അത് ഭഗവാന്റെ മടിയിൽ വീണു. അത് ഭഗവാൻ അങ്ങ് സ്വീകരിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇതായിപ്പോയി, വെപ്രാളപ്പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് ഭഗവാൻ. അതുപോലെ തന്നെയാണ് ശബരിയുടെ അടുത്ത് വന്നപ്പം ഗർഗഭാഗവതത്തില് ശബരിയെക്കുറിച്ചും ശബരി ആശ്രമത്തെക്കുറിച്ചും പമ്പാ നദിയുടെ മഹത്വത്തെക്കുറിച്ചും ഗർഗഭാഗവത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ശബരി ഇത് ടേസ്റ്റുള്ള പഴങ്ങൾ എങ്ങനെ കൊടുക്കും, കേടായ പഴങ്ങൾ ഭഗവാന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് പഴങ്ങള് കടിച്ചു നോക്കി തിന്നു നോക്കിയിട്ട് ശ്രീരാമേന്ദ്ര പ്രഭുവിന് കൊടുക്കുകയാണ്. അതും കഴിക്കുക. അത്രയും നിഷ്കളങ്കമായ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ വന്നിട്ട് ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുകയാണ് ശബരിയെടുത്ത് എങ്ങനെയാണ് ഭഗവാനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഭക്തിയാണ് വേണ്ടത് എന്ന് ശബരിയെ ഉപദേശിക്കുന്നുണ്ട്. മംഗളശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം. പ്രീതമാതാജി വായിക്കാം. മംഗളശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ, സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകയും സർവദാ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേളോമ്പതാമതും ഭദ്രേ, ചിത്തശുദ്ധിക്കു മൂലം ആദി സാധനം നൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. അടുത്ത 3 വരി കൂടെ. തിരഗ്യോ നിജങ്ങൾക്കൊന്നെങ്കിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ ശബരിയെ ഉപദേശിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ അടുത്ത് വരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരുവന് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്. സ്മിതമാതാജി പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന ആ ശ്ലോകം ഒന്നില്ലേ? പ്രഭു എനിക്കത് അറിയില്ല, നോക്കണം പ്രഭു. അപ്പം ലാസ്റ്റിലെ ഭാഗവത്തിന്റെ അവസാനത്തെ ശ്ലോകം പറഞ്ഞു നിർത്തുന്ന ശ്ലോകം എന്ന് പറഞ്ഞേരെ.
നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാദോ ദുഃഖശമനോ തം തമാമി ഹരിം പരം. ഇതാണ് ശ്രീരാമചന്ദ്രൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ നവവിധ ഭക്തിയെ കുറിച്ച് പറഞ്ഞു. ആ നവവിധ ഭക്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇത് പരിപൂർണമാണ്. ഇതാണ് ജ്ഞാനം. രാമായണം വായിച്ച് കഴിയുമ്പോൾ അനന്യമായ ഭക്തിയാണ് ഉണ്ടാകുന്നത്. ത്രേതായുഗത്തിലെ രാമന്റെ സ്മരണയും ദ്വാപര യുഗത്തിലെ ഭഗവാന്റെ സ്മരണയും നമുക്ക് വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റു ഒരു മന്ത്രങ്ങളിലും താല്പര്യം ഉണ്ടാവില്ല. മറ്റേതൊരു മന്ത്രങ്ങളിലും താല്പര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, രാമായണം നമ്മൾ മനസ്സിലാക്കി. 30 ദിവസം മെക്കാനിക്കൽ രീതിയിൽ കാര്യം നമുക്ക് ഭയം കൊണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ അവിടെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്, നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ വീടുകളിൽ രാമായണം വായിക്കുക എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ ഒരു ചടങ്ങ് കാണും. പഞ്ഞ കർക്കിടകമാണ്, അരിഷ്ടതയുണ്ട്, രാമായണം വായിക്കാം, ഭഗവാൻ അങ്ങനെയെങ്കിലും നേരട്ടെ. അർത്ഥത്തിന് വേണ്ടിയിട്ട് അർത്ഥം അനർത്ഥമായി മാറാതിരുന്നാൽ ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ മൂടും കിളിമകളെ പറയൂ. അർത്ഥത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് രാമായണം വായിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അനന്യമായ ഭക്തി മനസ്സിലാവുകയില്ല. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. വീടുകളിലെ ക്ലേശങ്ങൾക്ക് ഒരു അറുതി, ഒരു മാറ്റം ഉണ്ടാവുകയുമില്ല. അല്ലേ അനഭി? അല്ലേ? ശരിയല്ലേ? സത്യം. അനഭി തലകുലുക്കി. സത്യം. അപ്പം ഇവിടെ പറഞ്ഞത് രാമായണം വായിച്ചു കഴിയുമ്പം നവവിധ ഭക്തി നമ്മൾ പരിശീലിച്ചിരിക്കണം. പിന്നെന്താണ്? പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ അവിടെയാണ് പ്രേമാഞ്ജന ഭക്തി വിലോചനേന ശന്ത സദൈവ, അല്ലേ? സ്മിതമായി ശന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി, അല്ലേ? യം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. പ്രേമ അഞ്ജന ചുരിത ഭക്തി വിലോചനേന. പ്രേമം കൊണ്ട് കണ്ണുകൾ എഴുതണം. ബ്രഹ്മാവ് പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മസംഹിത. ആ പ്രേമം കൊണ്ട്, നിഷ്കളങ്കമായ പ്രേമം കൊണ്ട് കൺമഷി എഴുതുമ്പം, പ്രേമാഞ്ജനമായ കൺമഷി കൊണ്ട് കണ്ണെഴുതുമ്പോൾ, സാധാരണ കണ്ണെഴുതുമ്പോൾ എന്ത് വരും? ആദ്യം ചെറിയ ഒരു കണ്ണുനീർ തുള്ളി ഉണ്ടാവും, ഇല്ലേ? ശരിയല്ലേ? ശരിയല്ലേ കീർത്തന? വരത്തില്ലേ? നന്നു കണ്ണെഴുതുമ്പം ചെറിയൊരു കണ്ണുനീർ തുള്ളി വരത്തില്ലേ? അപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേമാഞ്ജന ഭക്തി വിലോചനേന. ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് നീ കൺമഷി കൊണ്ട് കണ്ണെഴുതുമ്പോൾ എന്തുണ്ടാവും? കണ്ണിൽ നിന്ന് വെള്ളം അറിയാതെ വരും, സന്തോഷത്തിന്റെ അശ്രുക്കൾ വരും. അങ്ങനെ അശ്രുക്കൾ വരുമ്പോൾ മാത്രം മനസ്സിലാക്കണം നമുക്ക് പ്രേമഭക്തി വന്നു എന്നുള്ളത്. അതുവരെ നമുക്ക് ഒരു ഭക്തിയുമില്ല. ഞാനും ഭക്തി കൊണ്ടല്ല സംസാരിക്കുന്നത്, ഭക്തിയില്ല. കാര്യം എൻ്റെ കണ്ണ് നനയുന്നില്ല, പിന്നെ ഞാൻ ഭക്തി എങ്ങുണ്ടെന്ന് എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? അല്ല, അവിടെ വരെ നമ്മൾ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ പോകുന്നുള്ളൂ, ഭക്തനായിട്ടില്ല. അപ്പം അങ്ങനെ വരണമെന്ന് ശബരിയെടുത്ത് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഞാൻ സ്മിതമാതായിട്ട് നാമസങ്കീർത്തനം മസ്യ വെറുതെ പറഞ്ഞതല്ല, പോകാൻ വേണ്ടുമ്പം എന്നാ ഏതെങ്കിലും ശ്ലോകം ചൊല്ലിയിട്ട് പോകാമെന്ന് പറഞ്ഞതല്ല. അവിടെ ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമൃതമാതാജി വായിച്ചോളൂ. ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. രാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ചിടുക. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ ഇപ്പൊ ഇവിടെ ശ്രീരാമ മന്ത്രമല്ലേ പറഞ്ഞത് എഴുത്തച്ഛൻ അല്ലെങ്കിൽ വാൽമീകി, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞത്? രാമ രാമേതി ജപിച്ചിടുക. വിഷ്ണു സഹസ്രനാമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1000 പ്രാവശ്യം വിഷ്ണുവിനെ ചൊല്ലുന്നതും 3 പ്രാവശ്യം രാമ എന്ന് ചൊല്ലുന്നതും തുല്യമാണ്. കലിയുഗത്തിൽ അത് വരുമ്പം 1 പ്രാവശ്യം കൃഷ്ണ എന്ന് ജപിക്കുന്നത് 3 പ്രാവശ്യം രാമ എന്ന് ചൊല്ലുന്നതിന് തുല്യമാണ്. അപ്പം യുഗത്തിന്റെ ധർമ്മമുണ്ട് അവിടെ. ഓരോ യുഗത്തിനും ഓരോ യുഗധർമ്മങ്ങളുണ്ട്. 4 യുഗം വരുന്നു: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അത് നമുക്കറിയാം. അപ്പൊ എന്താ പറഞ്ഞത്? ഹൃദയധ്യായതോ വിഷ്ണു. ഹൃദയുഗത്തിൽ ധ്യാനിക്കുകയാണ്. ആരെയാണ് ധ്യാനിക്കുന്നത്? 33 കോടി ദേവതകൾ നമുക്കുള്ളപ്പോൾ കൃത്യമായ യുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യുഗധർമ്മം ഹൃദയധ്യായതോ വിഷ്ണു. ഹൃദയുഗത്തിൽ, സത്യയുഗത്തിൽ വിഷ്ണുവിനെ സ്മരിക്കാൻ, ധ്യാനിക്കാൻ പറയുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ത്രേതായാം യജതോ മഹൈക. ത്രേതായുഗത്തില് ഹോമങ്ങൾ ചെയ്യാൻ. എവിടാണ്? ആർക്കാണ് യജ്ഞം? ഭോക്താരം യജ്ഞ തപസാം. വിഷ്ണുവിനെ യജ്ഞങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്താൻ പറഞ്ഞു. പിന്നെന്താ? ദ്വാപരേ പരിചര്യം. അത് ദ്വാപര യുഗത്തിലാവുമ്പോൾ ക്ഷേത്ര ആരാധന കൊണ്ട്, വിഗ്രഹ ആരാധന കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞു. പിന്നെ വീണ്ടും കലിയുഗത്തിൽ വരുമ്പം കലോദ ഹരികീർത്തനാത്. കലിയുഗത്തിൽ ഹരിയുടെ നാമം. എന്താണ്? ഹരേർ നാമ ഇവ കേവലം. അത് കലിസന്ധാരണവും മനുഷ്യത്തില് കൃത്യമായിട്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പിന്നെ 2 വരിയും കൂടെ ശരണാഗതി. അനവി കൈപൊക്കി ശരണാഗതി, ഭഗവാനെ എന്നെ രക്ഷിക്കൂ അല്ലേ പറയാണ്. ഈതി ഷോഡശനാംനാം. ഈ 16 അക്ഷര മന്ത്രം എന്തിനാണ്? കലികൽമഷനാശനം. ഈ കലിയുഗത്തിലെ എല്ലാ വിഷമങ്ങളെയും എടുക്കാം. കലികൽമഷനാശനം. എല്ലാ വിഷമതകളെയും എടുത്തു കളയാം. എല്ലാ അഹങ്കാരങ്ങളെയും എടുത്തു കളയാം. നത്തപരതരോഭ്യായ. മറ്റൊരു ഉപായവുമില്ല. സർവവേദേഷു ദൃശ്യതി. എല്ലാ വേദങ്ങളിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് കലിസന്ധാരണ ഉപനിഷത്തിൽ പറഞ്ഞു. അത് തന്നെയാണ് ത്രേതായുഗത്തിൽ ശബരിയെടുത്ത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞതും കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ രാമായണ ഭാഗങ്ങൾ ഇവിടെ ഇത്തിരി പൂർത്തിയാക്കി കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഇനി ഒബ്ജക്ഷൻ യുവർ ഓണർ, സംശയങ്ങള് കാര്യങ്ങള് ചോദിക്കാം. ഹരേ കൃഷ്ണ. നിവേദ് ഹരേ കൃഷ്ണ വന്നല്ലോ, സന്തോഷം, പറഞ്ഞോളൂ. ജയപ്രകാശ് വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്, വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ പ്രഭു. കേട്ട് ബോറടിച്ച് കാണും. ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു പ്രഭു. ബോറടിച്ചത് കേട്ട് ബോറടിച്ച് കാണും ഇല്ലേ? ഇല്ല. പുതിയ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ യാത്ര തുടരട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. അനവി വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അനവിയുടെ ചിരിയാണ് ഇവിടെ. 2 ഹന്നു അനവി, ഈ ചിരി. ഹരേ കൃഷ്ണ. ആൻറ്റി പറയൂ. ഭാസ്കരൻ പ്രഭു എന്തു പറയുന്നു പ്രഭു? മൈക്ക് മ്യൂട്ടാണ്. പറഞ്ഞോളൂ പ്രഭു. ഇത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ അത് നമുക്ക് കേൾക്കുന്ന ആനന്ദം ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഞാൻ കുട്ടികളുടെ തൂരാണ്. വിസ്മയ ഹരേ കൃഷ്ണ. അച്ഛൻ എന്താ അവിടെ ഇടയ്ക്ക് ഉറങ്ങിയോ? ഹരേ കൃഷ്ണ. അച്ഛൻ അവിടെ ഉറങ്ങിയോ? അല്ലേ? എന്നാ പറഞ്ഞു. എന്താ കേട്ടെ? നമ്മൾ ഈ പറഞ്ഞ കഥകളിൽ എന്ത് നമുക്ക് മനസ്സിലായി?
ഒന്നുമില്ല, ലാസ്റ്റ് പറഞ്ഞ അത്രയേ ഉള്ളൂ. കൂലംകുഷിതമായിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട. ശ്രീരാമനാമം ജപിക്കിടുക സദാകാലം, ഇത്രയേ ഉള്ളൂ. ആലോചിച്ച് നോക്കണം. 17,000 ശ്ലോകം സംതിങ് ഭാഗവതം മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത്രയും. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇത്രയൊക്കെ വായിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു ഭഗവാനെ? ഭാഗവതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ശ്ലോകം കൊടുത്താൽ പോരായിരുന്നോ? അല്ല, അങ്ങനല്ല. ഇതൊരു ചരിത്രമാണ്. ചരിത്രകാരന്മാര്, നമ്മുടെ ഋഷീശ്വരന്മാർ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ അവരുടെ അനുഭവം കൃത്യമായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വിത്ത് എവിഡൻസ് ആണ് ഭാഗവതം എഴുതിയിരിക്കുന്നത്. വിത്ത് എവിഡൻസ് ആണ് രാമായണം എഴുതിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. കുറച്ച് നീണ്ടുപോയെന്ന് അറിയാം, പക്ഷെ നമ്മൾ ഈ ഇങ്ങനെ രാമായണത്തിന്റെ ഒരാഴ്ച കവർ ചെയ്യുമ്പോൾ അറിയാതെ നീണ്ടുപോകുന്നതായി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. പ്രഭുയുടെ സംക്ഷിപ്തമായ രൂപം ആനന്ദിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത് എന്താ പറയുന്നത്? എന്തോ കീർത്തനയ്ക്ക് പറയാനുണ്ട്, പറയൂ. പറഞ്ഞോളൂ. എന്നാ അമ്മ പറയും, അമൃതമാതാജി പറയും. എന്നാലും എല്ലാ വർഷവും നമ്മൾ രാമായണം വായിക്കുന്നതാണ്. ഈ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നതാണ്. പറഞ്ഞോളൂ അനുഭവം. എന്നാൽ പ്രിയതമാതാജി. മ്യൂട്ടാണ്. പറഞ്ഞു. എല്ലാം കൂടെ നല്ലൊരു സംക്ഷിപ്തമായിട്ട് നമുക്ക് എല്ലാം കൂടെ റീകളക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞ ആ ഒരു കാണ്ഡം മൊത്തമായിട്ട്. ഒരു സ്തുതികളായാലും എല്ലാം സെയിം തന്നെ റിപ്പീറ്റ് ആവുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരു എന്താണ്, എല്ലാം ഒരേ അർത്ഥങ്ങളാണ് കിട്ടുന്നത് അല്ലേ? എല്ലാം ഒരേ അർത്ഥം. എല്ലാ ഭക്തരും ഒരേ അർത്ഥങ്ങളിലൂടെയാണ് പോകുന്നത്. അതാണ് ഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. എല്ലാവരും ഒരേപോലെയാണ് പോകുന്നത്. ഞാൻ സംശയിച്ചിട്ടുണ്ട്, പിന്നെ ഗർഗഭാഗവതം വായിക്കുമ്പോൾ എല്ലാ സ്തുതികളും ഏകദേശം ഒരേ അർത്ഥം വരുന്നത് എന്താണ്? ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. രാമായണത്തിലും അങ്ങനെ തന്നെ വന്ന കാര്യം ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിലെ ഭക്തന്മാരുടെ പ്രത്യേകതയാണ് ഒരേ വാക്കുകളായിട്ട് വരുന്നത്. ശ്യാമസ്മിത മാതാജി പോകുന്നതിന് മുമ്പിട്ട് ചോദിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ മാതാജിമാരൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ സംക്ഷിപ്തമായിട്ട് നമുക്ക് രാമായണം മനസ്സിലാക്കാനും അതേപോലെ കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് രാമായണം വായിക്കാനും പ്രഭു കാരണം കൊണ്ടാണ് സാധിച്ചത്. വെനസ്ഡേ ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ പ്രഭു വായിക്കുന്നത് കൊണ്ടും അർത്ഥം പറയുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രഭു ജസ്റ്റ് നമ്മൾ വായിച്ചു പോവുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഒരാഴ്ചത്തെ പ്രഭു കവർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ദിവസം ഇപ്പൊ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു വീക്കിലെ ഫുൾ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നന്ദി. മാതാജിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എന്റെ മാത്രം എന്നുള്ളതല്ല, എന്റെ കഴിവ് കൊണ്ടല്ല. ഇതിനകത്ത് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇന്ന് വരെ ആധ്യാത്മിക രാമായണം നമ്മൾ ഇതിനകത്ത് വിശകലനം ചെയ്തിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഭാഗവതത്തിലെ അല്ലേ പിന്നെ നവമസ്കന്ധത്തിലാണെന്ന് തോന്നുന്നു 2 ചാപ്റ്റർ ഉണ്ട്. പ്രഭുപാദര് അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അതാണ് വായിക്കുന്നത്. ഇപ്രാവശ്യവും അത് തന്നെയായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ വായിച്ചതിന് എൻ്റെ ആ പുസ്തകം അവിടെ പെട്ടുപോയി, ഇവിടെ ഇല്ല. പിന്നെ കിട്ടാനുള്ള വഴി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, മലയാളമില്ല. രാമായണം ചെയ്യുകയും വേണം. അപ്പം പിന്നെ ഞാൻ ഈ സാഹസത്തിന് മുതിർന്നു, അധ്യാത്മ രാമായണത്തിൽ കൈവച്ചു. അത്രയേ ഉള്ളൂ. അതും ഒരു നിമിത്തമായിരിക്കും. അങ്ങനെയാണ് ആധ്യാത്മിക രാമായണം മൊത്തം വായിക്കാൻ തീരുമാനിച്ചത്. നന്നായി പ്രഭു. എന്തായാലും വളരെ സന്തോഷം. അതും പ്രഭുപാദരുടെ ഒരു അനുഗ്രഹമായിരിക്കും. നീ എൻ്റെ ആണ് വർഷങ്ങളായിട്ട് വായിക്കുന്ന, ഇത്തവണ നീ ആധ്യാത്മിക രാമായണം തന്നെ വായിക്കൂ എന്ന് പ്രഭുപാദര് തന്നെ പറഞ്ഞിട്ടുണ്ടാവണം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് ഞാൻ സുശീം പ്രഭുവിന്റെ അടുത്ത് വരുന്നതിന് മുമ്പിട്ട് ശില്പമാതയുടെ അടുത്തോട്ട് പോവുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ എന്ത് പറയാനാണ്, ഞാൻ ഇന്ന് എനിക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അധികം, ബിക്കോസ് ഒരു കോളിൽ പോണ്ടി വന്നു.
but I'll sing a song. Pavana cha stuti patra, pavana charitra, ravi somavara netra, ramaniya gatra. Pavana cha stuti patra, pavana charitra, ravi somavara netra, ramaniya gatra. Sita Kalyana Vaibhogame, Rama Kalyana Vaibhogame, Bhakta Jana Paripala Bharita Sharajala Bhukti Mukti Dalila Bhudeva Pala Sarvalokadhara Samaraika Veera Garvamana Sadura Kanakagadhira Sarvalokadhara Samaraika Veera Garvamana Sadura Kanakagadhira Sita Kalyana Vaibhogame, Rama Kalyana Vaibhogame. Hare Krishna. Hare Krishna. Thank you. Ami, അച്ഛനും അമ്മയൊന്നും അവിടെ ഇല്ലേ? ഹരേ കൃഷ്ണ. അമ്മ കിച്ചണില്, അച്ഛൻ ഓഫീസിൽ നിന്നൊക്കെ വന്നതേ ഉള്ളൂ. അച്ഛൻ പിള്ളവായിൽ കള്ളമില്ല. ഹരേ കൃഷ്ണ. സന്തോഷം. ഭദ്ര എവിടെ? ഭദ്ര കളിക്കാൻ പോയിക്കുക. നമുക്ക് ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് കേട്ടിരിക്കുമ്പോ എത്ര മനസ്സിനൊരു സുഖമാണ്. സീതാ കല്യാണ ആ മനോഹരം ഞാൻ കളയുന്നില്ല എന്റെ പറ ശബ്ദം വെച്ചിട്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി ഞാന് വരുമ്പോൾ തീർച്ചയായും സിമ്മി പറഞ്ഞോളൂ. നിവേദം ഉണ്ടോ അവിടെ? ഗൗരവത്തിലാണല്ലോ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ചൊന്നും ഇല്ല പ്രഭു പറയാൻ വേണ്ടി. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗെയിനിങ് നോളജ്. എപ്പോഴും ഭഗവത്ഗീത മാത്രം കേട്ടിരുന്നു. പക്ഷെ യെസ്, എന്റെ വെനസ്ഡേ ക്ലാസ്സസ് മിസ് ആവുന്നുണ്ട് ഇപ്പം. അതെനിക്ക് റീജോയിൻ ചെയ്യണം. അപ്പൊ എന്റെ ആ കണ്ടിന്യൂറ്റി കാണും ക്ലാസ്സസിൽ. ഓൾ ഇസ് ബിക്കോസ് ഓഫ് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ ഗ്ലോറിഫിക്കേഷനും ശ്രീ പ്രഭുപാദയ്ക്ക് ജി, ഗുരു മഹാരാജ്ക്ക് ജി. സുശീം പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു, നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോയി. ഇനിയിപ്പോ അടുത്ത ആഴ്ച പറയാം. അപ്പൊ സുശീം പ്രഭു അടുത്ത ആഴ്ച ഇൻട്രഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഹരേ കൃഷ്ണ. രണ്ടു വാക്ക് പറയൂ. ഇല്ല, ഒന്നുമില്ല പ്രഭു. നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതക്രമം ഒന്നുകിൽ ഭഗവാനോട് പ്രേമം ഉണ്ടാവണം. കൃഷ്ണപ്രേമ പ്രദായത എന്നുണ്ടല്ലോ നമ്മള്. അല്ലെങ്കിൽ ജയവിജയന്മാരെ ശത്രുക്കളായിട്ട് ജനിക്കുന്നവരും ഉണ്ടാവൂല. അതും ഒരു ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുക തന്നെയാണ്. ഇവരൊക്കെ ജയവിജയന്മാരുടെ ഒരു ജന്മമാണല്ലോ ഈ രാവണനൊക്കെ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ അതാണ്, അവരുടെ ഒരു ഫങ്ഷൻ അതാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്. ശരിക്കും അവർക്ക് പാണ്ഡിത്യം ഉള്ളവർ തന്നെയാണ്. അതെ, അല്ല അത് നമ്മൾ എടുത്തു പറയാത്തത് അതൊരു നിയോഗമാണ്. കാഴ്ച വെച്ചിട്ട് പിന്നെ ഇങ്ങനൊരു സീകരിക്കുമ്പോ പിന്നെ അതിനകത്താണ്. അതെ, എന്തോ രാഗമുണ്ട്, ശങ്കരാഭരണം. ശങ്കരാഭരണം ഇദ്ദേഹത്തിന്റെ ആണല്ലോ, രാവണന്റെ ശങ്കരാഭരണം രാഗം. രാവണൻ ചില്ലറ ടീമല്ല. അതുകൊണ്ടാണല്ലോ. കാരണം ഇത് ഇവര് ജയവിജയന്മാരുടെ അവരാരും അത്ര ഒരു ആ ഒരു ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ച് രക്ഷപ്പെട്ടു പോകണം എന്നുള്ളതാണ് എന്റെ. അതെ, സത്യം സത്യം. ചില്ലറ ടീമല്ല. അപ്പം വൈരാഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്നതിന് അർത്ഥം. കാര്യം ചില്ലറക്കാരനുള്ള ചെറിയ ചെറിയ ഇങ്ങനെയൊക്കെ കൃഷ്ണൻ അതെനിക്ക് അതൊന്നും വൈരാഗ്യ ഭക്തിയാകുന്നില്ല. അത് അത്രയും ഭംഗി മൂർധന്യ അവസ്ഥയിൽ പോയിട്ട് നടക്കത്തുള്ളൂ. അത് കൊണ്ട് നമ്മളെ പറ്റത്തില്ല. അപ്പം പിന്നെ നമുക്ക് അനന്യമായ ഭക്തി മാത്രമേ പറ്റത്തുള്ളൂ.
ഹരേ കൃഷ്ണ. നമ്മൾ ഓർക്കുന്നത്. അതെ അതെ, പ്രേമം അല്ലെങ്കിൽ ശത്രുത. അതെ, രണ്ടുപേരെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കും. രണ്ടായാലും അതെ, രണ്ടായാലും ചിന്തിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതെ അതെ, സത്യം. നിവേദ് എന്തോ പറഞ്ഞു ഇടയ്ക്ക്, നിവേദ് വന്നു. ഹരേ കൃഷ്ണ. അപ്പം സുശീം പ്രഭു പറയുന്നതിന് കൂട്ട് സമയം ഒരുപാട് കഴിഞ്ഞു. സമയം ഒരുപാടായി. കീർത്തനയ്ക്കാണെങ്കിൽ വിശന്നിരിക്കുകയല്ലേ നാട്ടിലായതുകൊണ്ട്. ആമിക്കും വശക്കുന്നതാണ്. കഴിച്ചു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് 11 മണി വരെ ഇരിക്കാം. ഹരേ കൃഷ്ണ. നാട്ടിലായതുകൊണ്ട് കഴിച്ചു കാണും. ദുബൈക്കാരായിരിക്കും ബുദ്ധിമുട്ടിലിരിക്കുന്നത്. അനബി, അച്ഛൻ എവിടെ? അനബി, ജയപ്രകാശ് പ്രഭു എവിടെ പോയി? അച്ഛൻ എവിടെ? അച്ഛൻ വന്നതേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ചേട്ടനോ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിപിൻ പ്രഭു, വിസ്മയ, ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു ഓടിയെത്തി. ജയപ്രകാശ് വെള്ളം കുടിക്കാൻ ഇത്ര ബോറടിച്ച്, ഇത്ര നീണ്ടുപോയി. ഹരേ കൃഷ്ണ. അപ്പം